ഹല്ലേലൂയ. Hallelujah. സന്തോഷമുള്ള ദൈവമക്കൾ എല്ലാവരും ചേർന്ന് എന്നോട് ചേർന്ന് ഒരു ഹല്ലേലൂയ പറയുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. Hallelujah. കഴിഞ്ഞൊരു വർഷക്കാലം എത്രയോ ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ ദുർഘടങ്ങളും കഷ്ടങ്ങളുടെ മധ്യത്തിൽ കടന്നു പോകേണ്ടി വന്നു. അവിടെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മെ വഹിച്ചു. Throughout the year, we had to undergo different hardships, perilous situations, terrific and horrendous experiences. In the midst of all such adverse circumstances, the marvelous hand of God had been with us. ഒരു കാര്യം പ്രത്യേകമായും ഓർക്കേണ്ടത്, കഴിഞ്ഞൊരു വർഷക്കാലം തോൽവിയുടെയും പരാജയത്തിന്റെയും ചിലപ്പോൾ അവസ്ഥയായിരുന്നേക്കാം. പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചതായ സമയമായിരിക്കാം. 2010 നമുക്ക് ജയത്തിന്റെ വർഷമായി തീരട്ടെ. നമ്മുടെ കർത്താവിന് ഇഷ്ടം ചെയ്യുന്ന ഒരു വർഷമായി തീരട്ടെ. Importantly, one thing you have to bear in mind, you might have encountered different kinds of failures, pitfalls, shortcomings, incurred losses in your life. You have to encounter, overpowered everything, and you must be able to lead a victorious life and get ourselves prepared to meet our God. ദൈവത്തെ പലപ്പോഴും നമ്മൾ തള്ളിക്കളഞ്ഞ അവസ്ഥ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. Again, in the former year, there are occasions when we might have denied our God. അങ്ങനെയല്ല, എന്റെ ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു ദിവസമായി തീരുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. Let's make the decision that would be a different year in which I would lift up the name of my God. പലപ്പോഴും നിരാശയോടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവം എന്നെ കൈവിട്ടോ, എന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലയോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത്. In time and again, you must utter that my Lord might have forgotten me because of frustration, but the present he says, then I love you, I will comfort you, I lead you on. മലാക്കി കുറിവാക്യമല്ല, മലാക്കി 1:2 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. In the prophetic book of Malachi, chapter 1, verse number 2, ഒരു പുതിയ വാഗ്ദത്തം ദൈവം നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. in the Lord gives a promise, I do love you. വായിച്ചാട്ട്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I love you. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിരിക്കാം, എന്റെ ദൈവം എന്റെ കഷ്ടത അറിയുന്നില്ലയോ, എന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, എന്റെ കഷ്ടതകൾ, എന്റെ കടഭാരം, എന്റെ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ പലവിധമായിരിക്കുന്ന അവസ്ഥകളിൽ ഞാൻ നീറിക്കൊണ്ടിരിക്കുന്നല്ലോ, എന്റെ ദൈവം എന്നെ മറന്നുവോ? ഇല്ല, യേശു അർപ്പിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. On many contexts, you might have thought, doesn't my God know me? Doesn't he know my own sufferings, my own problems, my own burden? I'm suffering bankruptcy and so on. But the Lord says that I haven't forgotten thee. Still, I love you. വിശ്വസിക്കുന്നവർ കരങ്ങൾ എടുത്ത് ഹല്ലേലൂയ പറയാമോ? Hallelujah. നമ്മുടെ യേശു നമ്മെ സ്നേഹിക്കുന്നു. Our Jesus loves us. നിന്റെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. In the midst of your hardships, your Jesus does love you. ദുഃഖങ്ങളുടെ ഭാരങ്ങളുടെ മധ്യത്തിൽ നിന്റെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. In the midst of your sorrows and burden, your Jesus does love you. നിന്നെ കൈവിടാത്ത യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്നെ ഒരിക്കലും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. There's unfailing Jesus who shall never forsake you, nor will we fail you. He does love you. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നായ പരാജയങ്ങള് നിശ്ചയമായിട്ടും അത് ഓർക്കണ്ട. നിന്റെ ദൈവം എല്ലാറ്റിനും പരിഹാരം നൽകി നിന്നെ സഹായിക്കുവാൻ നിന്റെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എല്ലാവരും കരങ്ങൾ ഉയർത്തി നമുക്ക് ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ദൈവത്തെ, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? If a God loves us really, what should we do to him? ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിന്റെ 9, 10, 11 നമുക്ക് വായിക്കാം. Let's move on to 1 Chronicles chapter 16 verses 9 and 10. അവന് പാടി കീർത്തനം ചെയ്യുവിൻ, അവന്റെ അത്ഭുതങ്ങളെയൊക്കെ വർണ്ണിപ്പിൻ, അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. Sing unto him, sing psalms. അടുത്ത വാക്യം കൂടെ. യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവിൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. ദൈവത്തിന് മഹത്വം. Glory be to God. അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. Seek his face forever. യഹോവയുടെ ഹൃദയം അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. അവന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം നിരന്തരമായിട്ട്. Let us look at the face of the Lord continuously. And those who are seek at the face of the Lord, their hearts shall rejoice in him. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിയമപെട്ടകം അതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ദാവീദ് പരിശ്രമിക്കുന്നു. When we think about the backdrop of this passage, we understand David is making all attempts to bring back the Ark of Covenant of God. ദാവീദ്
നിയമപ്രകാരം എന്റെ ചരിത്രങ്ങൾ പറയാൻ സമയമില്ല, പറഞ്ഞുവിടാൻ സമയമില്ല. നിയമപ്രകാരം ദാവീദ് പെട്ടകത്തെ കൊണ്ടുവരുന്നതായി കാണുന്നു. According to the law, David is bringing forth the Ark of Covenant. ദാവീദ് ഒരു തീരുമാനം എടുത്തു, ലേവ്യര് അല്ലാത്തവരാരും പെട്ടകം എടുക്കാൻ പാടില്ല, ചുമക്കുവാൻ പാടില്ല. ലേവ്യരെ അതിന് പ്രത്യേകമായിട്ട് പെട്ടകം കൊണ്ടുവരുന്നതിന് വേണ്ടി നിയമിച്ചതായി നമുക്ക് കാണുന്നു. David made a decision. Only the Levites were ordained for the special mission, and therefore none else should do this enterprise, bring back the covenant, the Ark of Covenant. നിയമപ്രകാരം പെട്ടകം കൊണ്ടുവരുന്നതിന് വേണ്ടി ലേവ്യരും തങ്ങളോടുകൂടെ ഉണ്ടാവരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എല്ലാ വസ്ത്രം മാറി ഒരു പുതിയ അനുഭവത്തിൽ കൂടെ വന്നതിന് ശേഷമാണ് പെട്ടകം ചുമന്ന് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. According to the law, the appointed Levites, they had to sanctify themselves, and they had to put on a special type of garment, and after which only they came forward to bring forth this Ark of Covenant. പെട്ടകം ദാവീദിന്റെ കൊട്ടാര അല്ലെങ്കിൽ സന്നിധിയിലേക്ക് വരികയുണ്ടായി. The Ark was brought to the presence of David. ദാവീദിന്റെ നഗരത്തിലേക്ക് പെട്ടകം വന്നു. The Ark was brought to the city of David. അതിന് 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, പെട്ടകത്തിന്റെ മുൻപിൽ നാം ചെയ്യേണ്ടതായിരിക്കുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, പെട്ടകം എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആ 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. As we focus our attention to verse number 4, we understand what is the importance of this Ark of God, and as this Ark of God is brought to the presence, what are the things that must be done in connection with the same. അതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആസാഫ് തലവനായി നിർത്തി. ആസാഫ് മുൻപ് നിന്നുകൊണ്ട് കൈത്താളങ്ങളോടുകൂടെ എല്ലാവരും വാദ്യഘോഷങ്ങളോടുകൂടെ പെട്ടകത്തെ കൊണ്ടുവരുന്നതായി കാണുന്നു. Asaph is appointed the chieftain, and he is leading from the forefront, clapping the hands with all kind of clamor. The Ark of Covenant is brought forth. ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ഉയർത്തുവിൻ, മഹത്വപ്പെടുത്തുമെന്ന് ആസാഫ് വിളിച്ചു പറയുന്നു. Asaph proclaims that let us glorify the name of God, lift up the name of God, and offer praises and thanks unto Him. സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കുവിൻ എന്ന് ആസാഫ് വിളിച്ചു പറയുന്നു. ആസാഫിന്റെ സന്തോഷം എന്ന് പറയുന്നത് കൈത്താളങ്ങളോടുകൂടെ അവന്റെ മുൻപിൽ നൃത്തം സന്തോഷിക്കുകയാണ്. Asaph raises his volume, says that let us offer praise and thanks unto the Lord, and to bring forth the Ark of God. Therefore he, being the chief, clapping the hands and entertaining the Ark of God. ആസാഫിന്റെ മുൻപിൽ ഒരു വ്യക്തിയുണ്ട്, ദാവീദ്. There is another individual before Asaph. He is David. യുദ്ധത്തോടുകൂടെ ഇതാ മുൻപോട്ട് വരികയാണ്. Behold, with the dancing he too comes forward. അവിടെ വെച്ച് ഒരു നിയമം ചെയ്യുന്നു. He makes a covenant therefrom. നിരന്തരമായിട്ട് എല്ലാ സന്ദർഭത്തിലും അവന്റെ മുഖത്തെ നിങ്ങൾ തേടി അന്വേഷിക്കണം. Seek the face of the Lord forever, permanently, and look after him. നിരന്തരമായിട്ട് എല്ലാ ഘട്ടങ്ങളിലും ഏതവസ്ഥയിലും ഏത് പ്രതികൂല ഘട്ടങ്ങളിലും അവന്റെ മുഖത്തെ തേടുവീൻ, അവന്റെ മുഖത്തെ അന്വേഷിപ്പീൻ എന്ന് വിളിച്ചു പറയുകയാണ്. What may be the circumstances and contexts, whether adverse or favorable, you have to look at the face of the Lord, seek the face of the Lord, and follow him. പലപ്പോഴും ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുവാൻ, മുഖത്തെ തേടുവാൻ പലർക്കും കഴിയുന്നില്ല. Time and again, most of us are not able to seek the face of God. 27-ാം സങ്കീർത്തനം അതിൽ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. Coming to Psalm 27 verse number 8. വായിച്ച് 27. എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന്. എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് ദൈവത്തിന് ഒരു കൽപ്പന ഉണ്ടായി. Seek ye my face, that is a commandment of God. 105-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, നിരന്തരമായിട്ട് ഏത് പ്രതികൂല ഘട്ടങ്ങളിലും ദൈവമക്കൾ നോക്കുവാൻ ഒരേ ഇടം കർത്താവിന്റെ മുഖം മാത്രമാണ്. In Psalm 105 we come to read that there is only one place in the midst of circumstances and challenges, that is the face of God to look upon. ദൈവത്തിന്റെ മഹത്വം. Glory be to God. നിരന്തരമായിട്ട് കർത്താവിന്റെ മുഖത്തെ അന്വേഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് നിശ്ചയമായിട്ടും ഉണ്ടാകുന്ന മഹത്വം എന്ന് പറയുന്നത് കർത്താവിന് ലഭിച്ചിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും അവന്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. Those who are seeking the face of the Lord forever continuously, they are able to inherit all the blessings which emanate from the Lord. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, അന്വേഷിക്കുന്നവർക്ക് നിശ്ചയമായി കണ്ടെത്തും, എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടെത്തുവാൻ കഴിയുമെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. That's why coming to Matthew's Gospel chapter 7 verse number 7 we understand those who seek the face of the Lord will be able to find out everything. യാചിപ്പിൻ കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. യാചിക്കുന്നവർക്ക് ഏവർക്ക് ലഭിക്കുന്നു, അന്വേഷിപ്പിൻ കണ്ടെത്തും. Ask, it shall be given to you. Seek, you shall find it out. ഇന്ന് പല ദൈവമക്കളുടെ ജീവിതത്തിൽ പോലും ഇന്ന് ദൈവത്തിന്റെ മുഖത്തെ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലയുടെ മധ്യത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാതെ പല ഇടങ്ങൾ തേടി പോകുന്നതായി കാണാൻ കഴിയും. Today in the life of some of the people of God,
in the midst of problems and hardships, they are not able to look at the face of the Lord. They are not able to seek the face of the Lord instant. They go to different places seeking remedy. കൃപയുടെ കാലഘട്ടം അടയാൻ സമയമായിരിക്കുന്ന ഈ അവസാന കാലഘട്ടത്തിൽ ദൈവമക്കളെ നമുക്ക് നോക്കുവാനായിട്ട് ഒരേ ഇടം മാത്രമേ ഉള്ളൂ, അവന്റെ മുഖം തന്നെയാണ്. These are the last days in which the door of the period of grace is going to be shut down. Whenever people have gone, we got only one place to look at. That is the face of the Lord. സങ്കീർത്തനക്കാരൻ പറയുന്നത് 34 സങ്കീർത്തനം 5 വാക്യത്തിൽ അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവിടെ മുഖം ലജ്ജിച്ചു പോയില്ല. That's why in Psalm 34 the 5th verse, the psalmist says that those that looked unto him and were lightened, and the faces are not ashamed. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടത്തിൽ നിന്ന് അവനെ വിടുവിച്ചു എന്ന് കാണുന്നു. The psalmist adds, this woman cried, and the Lord heard him and saved him out of all his troubles. ഒരു പ്രാവശ്യമല്ല, അവന്റെ മുഖത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിപ്പി. നിശ്ചയമായി ദൈവമക്കളെ ഒരു പ്രാവശ്യമല്ല, നിരന്തരമായിട്ട് അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. It is not simply once, continually, forever, permanently. You have to seek the face of the Lord. എന്തെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യനെ തേടി പലയിടങ്ങളും മാർഗങ്ങൾ അന്വേഷിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി മനുഷ്യനെ തേടി പോകുകയാണ്. These days when man is busy to defense of problems, sicknesses and the patching situations in order to find asylum, to find a remedy, to seek a healing, man is going in search of seeking his own fellow beings. പഴയകാലത്തും പുതിയകാലത്തും ദൈവത്തെ നിരന്തരമായി അന്വേഷിച്ചതായ പലരെ നമുക്ക് കാണാൻ കഴിയുന്നു. When we refer to the pages of scripture, we come to understand many personalities, Old as well as the New Testament, who sought the face of the Lord. 2 പുസ്തകം 15 അധ്യായത്തിന്റെ 2 വാക്യം മുതൽ 4 വരെ വായിക്കുമ്പോൾ 2 Chronicles chapter 15 verses 15 onwards, 2 to 4. അവിടെ ചിലർ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയതായി കാണുന്നുണ്ട്. You understand, some people looked at the face of the Lord. ആശ അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ആസയും എല്ലാ യഹൂദരും ബെന്യാമീന്യരുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. അവനെ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. If the Lord is with you, while you be with him, and we seek him, he'll be found of you. ആസിയോടും യഹൂദയോടും ബെന്യാമിനോട് പറയുന്നു, നിരന്തരമായിട്ട് അവന്റെ മുഖത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, അവന്റെ മഹത്വം കാണും. To Asa, Judah and Benjamin it is said that permanently if you look at the face of the Lord, you'll be able to meet him. Further, you can behold his glory. ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് ആസ രാജാവ് തീരുമാനമെടുത്തു. He also decided to seek the face of God. ആസ രാജാവ് ദൈവത്തെ അന്വേഷിക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ തീരുമാനമെടുക്കുക മാത്രമല്ല, ഒരു നിയമം ജനത്തിനിടയിൽ പ്രാബല്യമാക്കി. When Asa made up his mind to seek the face of the Lord, he not only did take a decision, but even he made a declaration among his own subjects. എന്താണെന്നറിയാമോ തീരുമാനം? You know what is the decision? 15 അധ്യായത്തിന്റെ 12-13 വാക്യത്തിൽ ഇങ്ങനെ തീരുമാനമെടുത്തു. In verses 12-13 of chapter 15, ദൈവത്തെ അന്വേഷിക്കാത്തവർ ആരെല്ലാം ഉണ്ടോ അവർ മരിക്കണം. anyone who is not to seek the face of the Lord, he must be killed. കേൾക്കുമ്പോൾ വലിയ ഭയം ഉണ്ടാകും. As we listen, we may be panic stricken. അങ്ങനെയല്ലേ വായിച്ചാട്ട്? പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. മരണം അനുഭവിക്കണം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നിരന്തരമായി അന്വേഷിക്കണമെന്ന് നിയമം ജനത്തിനിടയിൽ ഉണ്ടായി. That whosoever would not seek the Lord of Israel should be put to death, whether small or great. ചെറിയവരും small, വലിയവരും, great, സമ്പന്നന്മാരും, rich, ദരിദ്രന്മാരും, poor, ഏത് നിലയിലുള്ളവരും, people of any status, ഉയർന്നവരായിരിക്കാം, whether rich, താണവരായിരിക്കാം, whether abased, വിദ്യാസമ്പന്നരായിരിക്കാം, educated, വിദ്യാഹീനരായിരിക്കാം, ignorant, ഏത് നിലയിലുള്ളവരും ദൈവത്തെ അന്വേഷിക്കണമെന്ന് നിയമം പാസാക്കി. people of any stratum of society
should seek the face of God. ദൈവത്തെ അന്വേഷിക്കാത്തവർക്ക് മരണം. Those who would not seek the face of the Lord should be put to death. ജനമെല്ലാം കൈയടിച്ച് പാസാക്കി. All the people applauded and enacted the law. അവർ തീരുമാനമെടുത്തു. They decided. ഞങ്ങൾ ഏകമായിട്ട് ഞങ്ങൾ ദൈവത്തെ അന്വേഷിച്ചോളാം. In one accord, we seek the face of God. അവന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കിക്കൊള്ളാം. We look at the face of God. ഏത് കഷ്ടസമയത്ത് ഞങ്ങൾ പുറകോട്ട് നോക്കിയില്ല. In the midst of his suffering, we would not look back. ഏത് പ്രതികൂല ഘട്ടങ്ങളിലും ഞങ്ങൾ ദൈവത്തെ പിൻഗമിച്ചുകൊള്ളാം. In the midst of adverse circumstances, we are prepared to follow God. ആ തീരുമാനത്തിന് ജനങ്ങൾ പാസാക്കി. And the decision was enacted by the people. ആസാവിന്റെ വാക്കുകളെ മുഴുവനും ജനം അതുപോലെ അംഗീകരിക്കുകയാണ്. The people without any amendments approved of the words of Asa. പഴയ നിയമത്തിൽ പ്രമാണമുണ്ട്. In the Old Testament there was a law. പുരോഹിതന്മാർക്ക് ചില പ്രമാണങ്ങൾ കൊടുക്കുന്നുണ്ട്. The priests were given certain laws. ആ പ്രമാണം കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു. When the laws were given, it was specified. അവിടെ ചില നിയമങ്ങൾ പാസാക്കിയിരിക്കുന്നു. ആ നിയമം അനുസരിക്കാത്ത പുരോഹിതന്മാർക്ക് മരണം അനുഭവിക്കേണ്ടി വരും. Some laws were, some resolutions were passed, and any priest who is transgressing the same or rather not follow the same should be put to death. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചാട്ട്. Exodus chapter 30 verse 20. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വായിച്ചാട്ട്. വെള്ളം കൊണ്ട് കഴുകണം. അവിടെ ഒരു പ്രമാണമാണ്. അവിടെ ജീവിതത്തിൽ അവര് ഒരു കഴുകൽ പ്രാപിക്കണം. കഴുക പ്രാപിക്കാതിരുന്നാൽ അവർ മരണം അനുഭവിക്കേണ്ടി വരും. It was a prescribed law that they must be sanctified and washed by the water. If they do not do that process, they must be put to death. അതിന് 21-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ മരിക്കാതിരിക്കണമെങ്കിൽ അവർ കൈയും കാലും കഴുകണം. In the next verse we read that in order not to die, they must wash their hands and legs. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ദൈവമക്കളെ വാസ്തവമായിട്ട് അത് പ്രമാണം തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ നടപ്പിന്റെ നിർമ്മലത അഥവാ പ്രവൃത്തിയുടെ നിർമ്മലത ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. Beloved people of God, in order not to put to death, we must maintain unblameability or purity in our faith, which means in our movements. കാല് കഴുകുക എന്ന് പറഞ്ഞാൽ നടപ്പിന്റെ നിർമ്മലതയെ കാണിക്കുക. Watching their faith, that speaks about the purity of their movements. കൈ എന്ന് പറയുമ്പോൾ പ്രവൃത്തിയെ കാണിക്കുക. And it speaks about an action. നമ്മുടെ പ്രവൃത്തിയിലും നിർമ്മലത ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കഴുക പ്രാപിക്കണം. നമ്മുടെ നടപ്പിലും ഒരു കഴുകൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. Our hands should get washed, which means in our actions, in our dealings, there should be sanctification or purity. അതുകൊണ്ടാണ് 51-ാം സംഘത്തിൽ 2-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. That's why coming to Psalm 51, the second verse, psalmist says then, O Lord, wash me thoroughly from my iniquity and cleanse me from my sin. നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങൾ ശ്രമിക്കുമ്പോൾ ആ വചനം അംഗീകരിക്കാതെ, വചനപ്രകാരം നമ്മെ തന്നെ ശുദ്ധീകരിക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം മുൻപോട്ട് പോയാൽ നിശ്ചയമായിട്ട് സംഭവിക്കുന്നത് പറയുന്നത് അവർക്ക് മരണമാണ്. As we listen to the word of God, instead of obeying the word of God, instead of sanctifying our lives based on the description, the consequences as people would be death only. എവിടെയാണ് നമ്മൾ കഴുകൽ പ്രാപിക്കേണ്ടത്? From where one can get sanctified. നമ്മുടെ കൈയും കാലും കഴുകുക മാത്രമല്ല, not only our hands and feet should be washed, നമ്മുടെ ഹൃദയത്തിന്റെ ദുഷ്ടതയും കഴുകി കളയണം. Again the wickedness of the heart should also be washed off. യിരെമ്യാവ് 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകി കളക. Coming to Jeremiah chapter 4 verse 14, there it also underscored the wickedness of the heart should also be washed off. ഒരു കഴുകൽ പ്രാപിക്കാതിരുന്നാൽ നിശ്ചയമായിട്ടും ആ പാപത്തിന്റെ ശക്തി കൂടെ മുൻപോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് പറയുന്നത് മരണമാണ്. The wickedness of the heart is not to cleanse and washed off. If you move forward, being bound by the power of sin, the ultimate would be death only. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ ആർത്തിങ്ങൾ ഓർമ്മ വെച്ചാൽ ആര് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയും? Again the psalmist says then, O Lord, if thou remembers the iniquity, who shall stand before thee? എങ്കിലും നിന്റെ മക്കൾ വിമോചനമുണ്ട്. However, there is a deliverance for thee. എന്നെ നന്നായി കഴുകി അകൃത്യം പോക്കണമേ. O Lord, cleanse and remove all my iniquity. എന്നെ നീ നന്നായി കഴുകണമേ, എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപങ്ങൾ അറിയുന്നു ഞാൻ, എന്നെ മുറ്റും വെടിപ്പാക്കണേ. ദാവീദിന്റെ പ്രാർത്ഥന അതാണ്. This is a pleading of David. അന്തരങ്ങൾ എന്റെ ജീവിതത്തിലുള്ള തെറ്റായ സ്വഭാവത്തെ കഴുകി എന്നെ വെടിപ്പാക്കണമേ. O Lord, wash and sanctify all the untoward natures which are hidden in the yonder part of my conscience. യിരെമ്യാവ് 4:14 വായിച്ചാട്ട്. Jeremiah 4:14. യെരൂശലേമേ നീ രക്ഷിക്കപ്പെടേണ്ടതിന്, യെരൂശലേമേ നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളക. ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയണം. The wickedness of the heart should be washed off.
എന്താണ് ഹൃദയത്തിലുള്ളത്? What is the wickedness latent in the heart? ഹൃദയത്തിൽ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ പുറപ്പെടുന്ന മനുഷ്യനെ അശുദ്ധനാക്കുന്നു. It is the things that start from the heart of man, pollutes man. ദുശ്ചിന്ത, Disabled thoughts, വ്യഭിചാരം, fornication, പരസംഗം, adultery, മോഷണം, robbery, അത്യാഗ്രഹം, covetousness, ദുഷ്ടത, evil wickedness, ചതിവ്, deceitfulness, ദുഷ്കർമ്മം, evil actions, ഇടക്കുകണ്ണ്, ദൂഷണം, and blasphemy, അഹങ്കാരം, boastfulness, മൂഢത, and foolishness. ഇതൊക്കെയും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അഥവാ പാപിയുടെ ഹൃദയത്തിൽ പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കിക്കൊണ്ടിരിക്കും. All these things start from the heart of a wicked man, a sinner, and pollute his own life. അതുകൊണ്ട് പറയുന്നു, ഇസ്രായേലേ നീ കഴുകൽ പ്രാപിക്കുക. That's why it is said that Israel get washed off. യഹൂദ ഗൃഹമേ നീ കഴുകൽ The പ്രാപിക്കുക. house of Judah get cleansed. അഹരോൻ ഗൃഹമേ നീ കഴുകൽ പ്രാപിക്കുക. House of Aaron get sanctified. ലേവ്യ ഗോത്രമേ നീ കഴുകൽ പ്രാപിക്കുക. The tribe of Levi get purified. ചെറിയവരോടും വലിയവരോടും സമ്പന്നന്മാരോടും ദരിദ്രന്മാരോടും പറയുന്നു, നീ കഴുകൽ പ്രാപിക്കണം. With the small and the great, with the rich and the poor one, there it is said that he must get washed off. നിരീക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. Perhaps he may be a saved soul. ജലസ്നാനം സ്വീകരിച്ചിരിക്കാം. Again, he may have taken water baptism. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിരിക്കാം. Further, he may have received the power of Holy Ghost. ചിലപ്പോൾ ഈ നല്ല നല്ല സഭയില് ഒന്നാമത്തെ സാക്ഷി പറഞ്ഞേക്കാം. Perhaps in the church, he may be giving testimony at the forefront. ഒരു സഹോദരനോട് ഒരു സഹോദരിയോടോ നീരസമായിട്ട് നീ ഇരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അത് അകൃത്യമാണ്, പാപമാണ്. അത് നീക്കാത്ത കാലത്തോളം നിനക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന പറയുന്നത് മരണമാണ്. If you are so big-minded in your conscience with the Philip of the system, as long as that is dwelling in your heart, if you are not cleansing it off, that is wickedness, you shall be put to death. നീ മരിക്കാതിരിക്കണമെങ്കിൽ കഴുകൽ പ്രാപിക്കണം. In order not to die, you must get washed off. എങ്ങനെ കഴുകൽ പ്രാപിപ്പാൻ കഴിയും? How can one get cleansed? യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കും. By the blood of Jesus, one can be cleansed off. വചനത്താൽ കഴുകൽ By പ്രാപിക്കും. the word, one must be washed off. പരിശുദ്ധ ആത്മാവിനാൽ കഴുകൽ പ്രാപിക്കും. By the power of Holy Ghost, one must be sanctified. ദൈവത്തിന്റെ വചനങ്ങൾ നീ ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. We have to listen to the word of God these days. ഈ വചനങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് കണ്ടുപിടിച്ച് നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് കർത്താവിലേക്ക് നമ്മൾ അടുക്കണം. All these words are given us in order to detect the shortcomings of life. We have to get cleansed up and come closer to our God. ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ ശുദ്ധീകരിക്കുവാൻ കഴിയും. By the word of God, we can be sanctified. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ലുദിയായ്ക്കൊരു മാനസാന്തരം ഉണ്ടായി. As Lydia was listening to the word of God, a transition took place in her conscience. അവിടെ ജീവിതത്തിൽ ഒരു വലിയ പാപബോധം ഉണ്ടായി. She was convicted of her sins in her life. അവിടെ ധനമോ അവിടെ സമ്പത്തോ അവിടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഉയർച്ചയോ നോക്കിയില്ല. Her wealth, her asset, her circumstance, she was not mindful of. അവിടെ ബിസിനസ്സിനല്ല ശ്രദ്ധിച്ചത്, അവിടെ വ്യാപാരമല്ല ശ്രദ്ധിച്ചത്, ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് പറയുന്നു, ആ ലുദിയായ കുടുംബം മുഴുവനുമായിട്ട് കർത്താവിനെ ആരാധിക്കുവാൻ തക്കോണം ഹൃദയം കർത്താവിന് കൊടുത്തു. She did not bother about a business or trade. She was listening to the word of God, and therefore she has completely surrendered herself to serve unto the Lord. ജീവിതത്തിൽ നീറിക്കൊണ്ടിരിക്കുന്നതായ അല്ലെങ്കിൽ മുറിവുകൾ അല്ലെങ്കിൽ പഴുത്ത് അഴുകിക്കൊണ്ടിരിക്കുന്നതായ ആ ജീർണിച്ച അവസ്ഥയെ നിങ്ങൾ നീക്കണമെങ്കിൽ നിശ്ചയമായും വചനത്തിൽ നിന്ന് കൂടെയും ആത്മാവിൽ കൂടെ രക്തത്തിൽ കൂടെ കഴുകൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ നീറുന്ന അവസ്ഥ നമ്മൾ പ്രാപിപ്പാൻ കഴിയുള്ളൂ. In order to get sanctified, find deliverance from the problems of your life, you have to wash off all the souls, all the purified and decayed wounds from your conscience. അപ്പോസ്തലപ്രവൃത്തി 16:31 വാക്യത്തിൽ വായിക്കുന്നല്ലോ, അവിടെ മുറിവുകളെ കഴുകണം. In Acts Apostle chapter 16 verse 33 we read that all the wounds must be washed. ഒരു മുറിവുണ്ടാകുമ്പോൾ വേദനയുണ്ട്. When a wound comes, naturally it creates pain. വായിച്ചാട്ട്. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുള്ള സകലവിധമായിരിക്കുന്നതായ ആ നീറുന്ന അവസ്ഥയിൽ നിന്ന് നീക്കപ്പെടുവാൻ കഴുകൽ നമുക്ക് ആവശ്യമാണ്. All of the people of God, in order to find deliverance from the burning issues of our life, we must get a total cleansing. എന്താണ് കഴുകേണ്ടത്? What should be washed off? അപ്പോസ്തലപ്രവൃത്തി 22:16 വായിക്കുന്നു, പാവങ്ങളെ കഴുകി കളയണം. Acts chapter 22 verse 16 we read, you must wash off all your sins. പുരോഹിതനോട് പറയുന്നു, നീ മരിക്കാതിരിക്കണമെങ്കിൽ നിന്റെ കൈയും കാലും നീ കഴുകണം. The priest is said that in order to escape this death, you have to wash off your hands and feet. കർത്താവിന്റെ പാദത്തിൽ വരുന്നവർക്ക് നിശ്ചയമായിട്ടും കഴുകൽ പ്രാപിപ്പാൻ കഴിയും. Whomsoever comes to the footsteps of the Lord will be able to find a total sanctification. പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു പുരോഹിതൻ അനുഷ്ഠിക്കേണ്ടതായ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ 11 നിലയിൽ പുരോഹിതൻ അനുഷ്ഠിക്കേണ്ട പ്രമാണമുണ്ട്. ആ 11 കൂട്ടം പുരോഹിതൻ അനുഷ്ഠിച്ചില്ലെങ്കിൽ അവന് മരണം സംഭവിക്കും. When we think about the Old Testament, the priest would have to follow 11 steps of regulations,
Unless he follows them, he should be put to death. പുരോഹിതൻ മരിക്കാതിരിക്കണമെങ്കിൽ അവൻ 11 ഗ്രൂപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ 11 കാര്യങ്ങൾ അനുഷ്ഠിക്കണം. Not to test this priest is expected to execute 11 items in his life. അതെല്ലാം വായിക്കാൻ സമയം പോരാ. Time doesn't permit to go to all the references. നമ്മുടെ ജീവിതത്തിന്റെ സകല പാപ സ്വഭാവങ്ങളെയും നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. Let us confess and forsake all the sinful characteristics which are latent in our life. ദൈവത്തിന് സ്തോത്രം. Praise be to God. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതല പ്രാപിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും ദൈവമക്കളെ അവർക്ക് മരണം സംഭവിക്കും. If you are not able to find a total deliverance from the clutches of sin, whenever people have gone, such people will be put to death only. ദൈവത്തിന് സ്തോത്രം. Praise be to God. നിരന്തരമായിട്ട് അവൻ മാത്രം അന്വേഷിക്കുവിൻ. അന്വേഷിക്കേണ്ട എങ്ങനെയാണ്? പാപജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കണം. Seek the face of the Lord continually. In which way should you look at the face of the Lord? Confess your sins, forsake the sins, and get cleansed. Thus seek the face of the Lord. യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നതിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. Coming to John's Gospel, the Lord is not hearkening to the prayer of the sinners, or who is righteous and doing his will. The Lord is inclining to his prayer. നിന്റെ ഓരോ പാപത്തെയും പാപത്തിന്റെ ശക്തികളെയും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവേ സഹായിക്കണമെന്ന് പറയുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ തടസ്സം നിൽക്കത്തില്ല. നിശ്ചയമായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. As you make a confession of the sins, as you make a confession of the power of sin in your life, oh Lord, simply help me. I am in a pitiable situation. He shall have compassion upon you. He shall deliver you, and he shall give reply to your prayer. ദാവീദ് ശലോമോനോട് പറയുന്നു, നീ ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കാത്ത കാലത്തോളം നിനക്ക് പരാജയമാണ്. David says to Solomon, as long as you do not seek the face of the Lord, you may have to reap only failure. 1 ദിനവൃത്താന്തം 28-9 വാക്യത്തിൽ വായിക്കുന്നല്ലോ, 28:9 ദാവീദ് പറയുന്നു, ശലോമോനേ നിനക്ക് സിംഹാസനമുണ്ട്, ഭരണമുണ്ട്, അല്ലെങ്കിൽ പ്രതാപമുണ്ട്, എല്ലാ അനുഭവങ്ങളും ഉണ്ടെങ്കിലും എല്ലാ നിലയും ഉയർച്ച പ്രാപിക്കാൻ പോകുകയാണ്. പക്ഷെ ഒരു കാര്യം, നിരന്തരമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയില്ലെങ്കിൽ നിനക്ക് പരാജയം സംഭവിക്കും. In 1 Chronicles chapter 28 verse 9, David says to Solomon, Solomon my son, know thou that God thy father, he may have got throne, he may got glory and everything. However, if you do not seek the face of the Lord, you may have to meet with only defeat. ചിലർ വിചാരിക്കുന്നത് പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട. Some people feel that this praying, this consecration is not required. എല്ലാം ഉണ്ട്, because we have got everything materially. പണത്തിന് പണമുണ്ട്, there's money enough. കാറുണ്ട്, we have got vehicle, ബംഗ്ലാവുണ്ട്, bungalow is there, സമ്പത്തുണ്ട്, all the assets are there, അനുഭവങ്ങളുണ്ട്, all material experiences are available in plenty. ജീവിക്കാനുള്ള എല്ലാ അനുഭവങ്ങളും we got our circumstances favorable to us. എന്തിന് പ്രാർത്ഥിക്കണം? Why should we pray? കഴിഞ്ഞ ദിവസം, yesterday, ഒരു ദിവസത്തിന് മുൻപായിട്ട്, ഇന്നലെ രാവിലെ, the last morning, ഞാനൊരു സഹോദരനോട് സംസാരിച്ചു. I engaged in conversation with a brother. നമ്മുടെ വിശ്വാസിയാ. He is a believer. സഹോദരൻ, നിനക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ട്, നിനക്ക് പ്രാർത്ഥനയുണ്ടോ? Brother, you got all experiences, but you have the nature of prayer. പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയേ ഇല്ല. There's no family prayer adequately. ബിസിനസ് നടത്തിയിട്ട് കടന്നു വരും. He is engaged in business. He would come back പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. After which he is not able to engage in prayer. വെളുപ്പിനെ എഴുന്നേൽക്കത്തില്ല. Early morning he will not rise up. 7 മണിക്ക് തന്നെ കട തുറക്കാനായിട്ട് പോകും. At early morning 7 o'clock he would go not to open his shop. ഗൾഫിൽ ജോലിയാണ്. He is employed in Gulf. നല്ല ബിസിനസ് ആണ്. He is doing good business. നല്ല വരുമാനമുണ്ട്. He got a good income. ഞാൻ പറഞ്ഞു, നീ നിലയിൽ പോയാ നിനക്ക് അബദ്ധമാണ്. I told him, if he passes his soul, behold, danger is waiting for you. ആര് തന്നു? Who has given you everything? സമ്പത്ത് ആര് തന്നു? This asset, who had given the wealth? ധനം ആർക്ക് തന്നു? Who had given the asset? ഈ ബുദ്ധി നിനക്ക് ആര് തന്നു? This wisdom, who had given you? ഗൾഫിൽ കൊണ്ടുപോയത് ആര്? Who took it to Gulf country? ദൈവത്തെ മറക്കരുത്. You should not forget God. നീ രാവിലെ ദൈവത്തെ അന്വേഷിക്കണം. Early morning you must seek God. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. You must look at the face of the Lord. പ്രാർത്ഥിക്കാതെ വീട് വിട്ട് ഇറങ്ങരുത്. You must never quit your home without praying. എത്ര രാത്രിയായാലും വന്നാലും നീ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. Even though you reach home late night, you must pray in the presence of God. തനിക്ക് അഭിഷേകം പ്രാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. So far he was not able to receive the power of Holy Ghost. 35 വർഷമായി കൂട്ടായ്മയിലേക്ക് വന്നിട്ട്. For the past 35 years he has been attending our fellowship. അഭിഷേകം പ്രാപിച്ചിട്ടില്ല. Hitherto he hasn't received the Holy Ghost. എന്തുകൊണ്ട്? Why? പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. Because he is not able to engage in prayer. ഇരിക്കാൻ കഴിയുന്നില്ല. He is not able to be in the presence of God. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ പുള്ളി അങ്ങോട്ട് കരയാൻ തുടങ്ങി. As I started to explain these things, he burst into tears. വാസ്തവമായിട്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല.
നോക്കുന്നില്ല, ഭൗമികത്തിന് വേണ്ടി മാത്രം മനുഷ്യൻ ഓടുകയാണ്. Indeed, the present man is not worried about his spiritual things. He is just making haste in not to win material benefits only. വായിച്ച് 28-9 വാക്യം. ദാവീദ് സലോമോനോട് പറയുന്നു, സലോമോനെ നിരന്തരമായി നീ ദൈവത്തെ മുഖത്തേക്ക് നോക്കിക്കോണം. First Chronicles chapter 28 verse number 9. He understand an exhortation is given by David to his son Solomon. My son, continually seek the face of the Lord. വായിച്ച്. നീയോ എന്റെ മകനെ സലോമോനെ, നീയോ എന്റെ മകനെ സലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും. നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയണം. അപ്പൻ ഇത്രത്തോളം ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടായത് നീ മനസ്സിലാക്കുന്നത് തലമുറകൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തലമുറകൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ പണത്തിന്റെ മുകളിലാണ്, കാറിന്റെ മുകളിലാണ്, വസ്തുവിന്റെ മുകളിലാണ്, തല കൊട്ടാരത്തിലാണ്. ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലാകുന്നില്ല. My son Solomon, thou must know thy God, that is thy father's God. But contrary to the same, the present generation is not able to seek the face of the Lord. They are engaged and immersed in all the worldly things, in cars, in vehicles, and in the material benefits only. നിന്റെ ദാവീദ് സലോമോനോട് പറയുന്നു, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിഞ്ഞോണം. David says to Solomon, thou must know the God of thy father. തലമുറയോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം, ഈ അനുഭവം എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു കൊടുക്കണം. To the next generation, the parents should tell them as to in which way this fellowship was born. ഈ വേല എങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. You must say what is the mystery behind the sustenance and survival of this fellowship. വിശുദ്ധന്മാർ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. You must tell the master who are the saints. ഇന്നത്തെ തലമുറയ്ക്ക് ശുശ്രൂഷയെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല. The present generation is not able to esteem our workers. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ They കഴിയുന്നില്ല. are not able to respect their parents. സ്കൂൾ അധ്യാപകരെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല. They are not able to venerate their own teachers. സമൂഹത്തെ സ്നേഹിക്കാൻ They കഴിയുന്നില്ല. are not able to love the society. കൂട്ടു സഹോദരങ്ങളോട് സ്നേഹമായി പെരുമാറുവാൻ കഴിയുന്നില്ല. They are not able to affectionately deal with the fellow brethren. വഷളത്വം നിറഞ്ഞിരിക്കുന്ന ലോകം, It's a world that is plunged in abomination. ദുഷ്ടതയുടെ ലോകം, It's a world multiplied പാപത്താൽ നിറഞ്ഞിരിക്കുന്ന ലോകം, This world that is overflowing with the sin. സ്വേച്ഛതയുടെ ലോകം. It's a world full of abomination. നിമിത്തമായിട്ട് വഷളത്വത്തിലേക്ക് തലമുറകൾ പോവുകയാണ്. Do the same thing the present world is moving into iniquity. ഒരിക്കലും ഒരു പിതാവിനോട് പറഞ്ഞു, On one context, the father told me, എന്റെ മകൻ നശിക്കാനുള്ള ഒറ്റ കാരണം ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. I myself opened the way for the destruction of my son. ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. I never expected this kind of aftermath. അവൻ പറഞ്ഞു, എനിക്ക് ഇന്നത് വേണം, He said that I want this. ഒരു ടെലിവിഷൻ വേണം, I want a television set. കമ്പ്യൂട്ടർ വേണം, I want a computer piece. എനിക്ക് പഠിക്കാൻ വേണ്ടിയാണ്. For my education only. പല കാര്യങ്ങൾ അവൻ ചെയ്തു കൊടുത്തു. He demanded many things. The father fulfilled everything. അവൻ ചോദിച്ചു, And finally he asked, കോളേജിൽ പോണ ഒരു കാർ വേണം. and I want to go to college. I need to have a car. ഒരു മോനല്ലേ ഉള്ളൂ, He was the only son. കാർ വാങ്ങിക്കൊടുത്തു. So car was also given. ഇപ്പോൾ എന്റെ മകൻ മുഖാന്തരം ഞാൻ തലവേദനയാണ്. Now because of my son, I have got a down-headed nature. എന്റെ മകൻ എന്റെ ദൈവത്തിനുമില്ല എനിക്കുമില്ലാതെ പോവുകയാണ്. Now my son is lost to me and my God. ദൈവമക്കളെ ഞാൻ പറയട്ടെ, നിന്റെ മക്കളെ സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ മക്കൾ എവിടേക്ക് നോക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എവിടെയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുക. Beloved people of God, if you have got affection for your children, that's true. But you must bear in mind one thing. You have to just watch the movements of your children. ദാവീദ് പറയുന്നു, സലോമോനെ നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയണം. David says that my son Solomon, thou must know the God of thy father. അപ്പന്റെ ദൈവത്തെ അറിയുവാൻ പഠിപ്പിക്കണം. And you must teach your children to know the God of your father. ഇത് പിതാക്കന്മാരുടെ ദൈവമാണ്. This is the God of your forefathers. ജീവിക്കുന്ന ദൈവമക്കളുടെ ദൈവമാണ്. This is the God of the living people. വിശുദ്ധന്മാരുടെ മാർഗമാണിത്. This is the mission of the saints. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാട് സംസാരിച്ചു. Yesterday, when I discussed with the person, ഈ വേലയ്ക്കുണ്ടായതുപോലെ എതിർപ്പുകളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും മറ്റൊരു സഭയ്ക്കുണ്ടായി കാണത്തില്ല. and our fellowship, our ministry encountered so much challenges, stiffness and problems as no other denomination could have met. എന്തുകൊണ്ട് ഈ വേല നശിക്കുന്നില്ല? Why today it is, however, it is not destroyed? നശിപ്പിക്കാനായിട്ട് പല വ്യക്തികൾ തന്നെ നമ്മുടെ ഇടയിൽ തന്നെ എഴുതിച്ചിട്ടുണ്ട്. Nevertheless, many individuals rose up in order to destroy our fellowship. അവർ നശിച്ചതല്ലാതെ ഈ വേലയ്ക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. They themselves got perished. Today our ministry is thriving. എത്രയോ വേലക്കാർ ഈ കൂട്ടായി വിട്ടുപോയി. How many workers departed from our fellowship? ഈ വേലയ്ക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. And the ministry is never hampered. കർത്താവ് സ്ഥാപിച്ച മാർഗമാണ്. Because this is a way which has been propounded by our God. കച്ചതയെ കൂടെ സ്ഥാപിച്ച മാർഗമാണത്. This is a way which has been established only through sheer suffering. വിശുദ്ധന്മാരുടെ മാർഗമാണ്. This is the way of the saints. ജീവൻ കൊടുത്ത് സ്ഥാപിച്ചതായ മാർഗമാണ്. This is the mission that was established by pouring of the light. ഇത് ത്യാഗത്തിന്റെ മാർഗമാണ്. This is the way of sacrifice. അതുകൊണ്ട് തലമുറയെ അപ്പന്റെ ദൈവത്തെ നീ മറന്നു കളയരുത്. That's why the next generation, do not forget your God.
ദാവീദ് പറഞ്ഞ പോലെ പറയുന്നു, തലമുറയോട് പറയട്ടെ, യൗവനക്കാരോട് പറയട്ടെ, അപ്പന്റെ ദൈവത്തെ നീ മറക്കരുത്. Therefore to the son, to next generation, as David said to the sons, and let us say, don't forget your own father's God. പ്രിയ ദൈവമക്കളെ, ഒരു അന്ത്യകാലത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. Beloved people of God, we have come into a faggot. ഒരു അവസാന കാലത്തിലേക്ക് നാം വന്നിരിക്കുന്നു. We have come to the final dispensation. അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ല. We cannot know whether next second is ours. അടുത്ത സെക്കൻഡ് നമുക്ക് എന്ത് സംഭവിക്കാൻ പോകും നമുക്ക് അറിയുന്നില്ല. We cannot predict as to what is going to take place to the ensuing moment. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ഭൂകമ്പത്താൽ എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. As we listen to the message yesterday, because of the earthquake, thousands of people are getting killed every day. പ്രണവത്തോടെ കെട്ടി ഉയർത്തിയതായ എത്രയോ ബംഗ്ലാവുകൾ, എത്രയോ രാജാവിന്റെ കൊട്ടാരങ്ങൾ ഒക്കെയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. With the pomp and power, multi-story buildings, constructions, even regal palace of the kings, they completely crumbled because of earthquakes. ആർക്കും പ്രശംസിപ്പാനില്ല. Nobody can carry any tall crane. നിൽക്കുന്നത് തോന്നുന്നവൻ വീടാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. Someone who said that he is standing, he must be watchful lest he should fall. അടുത്ത സെക്കൻഡ് നമുക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? We do not know what is going to take place to us in the next moment. അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ല. The ensuing moment is not ours. അതുകൊണ്ട് നമുക്ക് ഞരക്കത്തോടെ കർത്താവിലേക്ക് അടുക്കാം. That's why with the great groaning, let us draw closer to God. കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. Let us look at the face of God. നിന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിശ്ചയമായിട്ടും നിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. നിന്റെ സകല അനർത്ഥത്തിൽ നിന്നെ വിടുവിക്കുവാനുള്ള ശക്തനായ ദൈവമാണ്. As you look at the face of the Lord and make a plea unto him, he will incline to your prayer. He is able to deliver you from the moments of disaster. യാക്കോബ് 4:8 അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവി, അവൻ നിന്നോട് അടുത്ത് വരും. James 4:8, the apostle says that draw closer to the Lord and he shall come nigh unto you. ദൈവത്തിൽ അകന്നു പോകുന്നവരൊക്കെയും നശിച്ചു പോകും. Those who are going away from the Lord shall go perished. ദൈവത്തോട് അടുത്തിരുന്നവരാണ് അവരുടെ ദൈവം. Those coming closer to the Lord, he is also willing to draw nigh unto him. അകന്നുപോയാൽ നശിച്ചു പോകും. If you get alienated, you will go astray. ദൈവത്തിന്റെ മാർഗം വിട്ട് അകന്നു പോകരുത്. Do not go away from the law of God. ദൈവത്തിന്റെ പ്രമാണം വിട്ട് നീ അകന്നു പോകരുത്. Do not go away from the law of God. വിശുദ്ധന്മാരുമായി സംസർഗം വിട്ട് നീ അകന്നു പോകരുത്. Do not go away from the communion of the saints. ദൈവത്തെ വിട്ട് നീ അകന്നു പോകരുത്. Do not go away from the presence of God. ദൈവത്തിന്റെ വഴി വിട്ട് നീ പോകരുത്. Do not deviate away from the way of God. ദൈവത്തിന്റെ പ്രമാണത്തെ പുറകെ തള്ളിക്കൊണ്ട് നീ ലോകത്തിന് പിന്നാലെ പോകരുത്. Do not backtrack the law of God and follow the word. ദൈവത്തെ നിരന്തരമായി വായിച്ചാട്ട് യാക്കോബ് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, 4:8 ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. നിങ്ങളോട് അടുത്ത് വരും. Draw nigh unto God and he shall draw nigh unto you. അതുകൊണ്ടാണ് 71 സംഘത്തിൽ 24 വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തിൽ അകന്നു പോകുന്നവർ നശിച്ചു പോകും. That's when Psalm 73 verse 24 we learned, whomsoever goes away from the Lord, he shall get perished. കഷ്ടത ഉണ്ടാകുമ്പോൾ അകന്നു പോകുക. When sufferings come, people go away from the Lord. രോഗമുണ്ടാകുമ്പോൾ അകന്നു പോകുക. When sickness comes, people aberrate from the path of God. നഷ്ടമുണ്ടാകുമ്പോൾ അകന്നു പോകുക. When people sustain losses, they go away from the presence of God. എന്തെങ്കിലും പരിശോധന ഉണ്ടാകുമ്പോൾ അകന്നു പോകുകയാണ്. When the trials and lash against the life, people get alienated from the presence of God. എന്തെങ്കിലും ഇടർച്ച ഉണ്ടാകുമ്പോൾ അകന്നു പോകുകയാണ്. When the stumbling comes to the life, people go away from the presence of God. ചിലർക്കൊരു വാക്ക് പോലും സഹിക്കാൻ കഴിയത്തില്ല. Some people are not able to tolerate even a word. ചില വാക്കുകൾ ചില വ്യക്തിയുടെ വാക്കിലാണ് ഇടറിപ്പോകുന്നത്. Because of the utterances of some people, some get offended. എനിക്ക് നീ അവരുടെ കൂട്ടായ്മ എനിക്ക് വേണ്ട. I don't have any communion with that person. ഈ സഹോദരനോട് ഈ സഹോദരിയോട് എനിക്ക് നീ കൂട്ടായ്മ വേണ്ട. I don't want any kind of concord with that brother, that sister hereafter. ആർക്ക് പോയി? Who lost? ആർക്ക് നഷ്ടം? And who incurred the loss? വിശ്വാസിയെ ഈ കൺവെൻഷൻ നിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. Wherever believer, this convention is meant for your perfection as well. ദൈവത്തോട് അടുപ്പിക്കുന്ന മാർഗമാണ്. This is a way which is making you closer unto the Lord. ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. That is what you are declaring unto you. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് അറിയിച്ചല്ലോ. During the past days, the unchanging word of God was spoken to you. എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്? What for this is given to you? ഞാൻ നിങ്ങൾ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടിയാണ്. You know that we may draw closer to God. സംഘത്തക്കാരൻ പറയുന്നു, What does the psalmist to say? ദൈവത്തിൽ അകന്നു പോകുന്നവർ നശിച്ചു പോകും. Those who go away from the Lord shall go perished. വായിച്ചാട്ട്, ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. Those who go away from you, they shall go astray. വാട്ടെ, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ നശിപ്പിച്ചു കളയും. Those that commit adultery from thee, thou shalt destroy them. ദൈവത്തിന്റെ മാർഗം വിട്ടിട്ട് ലോകത്തിന് പിന്നാലെ, പാപത്തിന് പിന്നാലെ, മ്ലേച്ഛതയുടെ പിന്നാലെ, സൗന്ദര്യത്തിന് പിന്നാലെ, അലങ്കാരത്തിന് പിന്നാലെ, അവന് ഐശ്വര്യത്തിന് പിന്നാലെ പോയാൽ
അത് നശിക്കുന്ന ഒരു മാർഗമാണ്. Going away from the presence of God, if you're going after the luxury of the world, beauty of the world, pomp and power of the world, exuberance of the world, alas, the sad end is only death. അപ്പന്റെ വാക്ക് കേൾക്കാതെ ശലോമോൻ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് അകന്ന് അപ്പന്റെ മടികളും അപ്പന്റെ മാർഗങ്ങളും വിട്ടിട്ട് സമ്മിശ്ര ജാതികളുമായിട്ട് വിവാഹബന്ധം എടുത്തു. അതുകൊണ്ട് ശലോമോൻ സംഭവിച്ചത് പറയുന്നത് സിംഹാസനം നഷ്ടപ്പെട്ടു പോയി. Without hearing the advice of the father, Solomon went away from the presence of God. He got married with a mixed multitude. Alas, he had to lose his power and throne and his kingdom. അപ്പന്റെ വഴികളിൽ കൂടെ ജീവിക്കാനായിട്ട് മുന്നറിയിപ്പ് ദാവീദ് കൊടുക്കുകയുണ്ടായി. David had given him the note of caution in not to cling on to the path of his own father. സലോമോനേ, അപ്പന്റെ ദൈവത്തെ നീ മറക്കരുത്. Oh Solomon, do not forget the God of your father. ഈ ദീർഘകാലം, ഇത്ര വർഷക്കാലം ഈ രാജ്യത്തെ ഭരിക്കുവാൻ എനിക്കിടയായത് ദൈവ സാന്നിധ്യത്തിനോടുകൂടെ ഉണ്ടായതുകൊണ്ടാണ്. As the presence of God had followed me, I was able to execute judgment over the people of Israel for prolonged years. മകനേ, എനിക്കൊരു പേരുണ്ട്. My son, I got a name. എനിക്കൊരു സാക്ഷ്യമുണ്ട്. I got a testimony. എനിക്ക് നിലയും വിലയുണ്ട്. I got a position and power. അതിനെ നശിപ്പിക്കരുത്. Do not destroy it. മക്കളോട് പറയണം. You must tell your children. എത്രയോ തലമുറകൾ മക്കൾ മുക്തമായിട്ട് മാതാപിതാക്കൾക്ക് നൂർന്നു നടക്കണ്ട. With regard to many parents, due to the trivial activities of children, they are not able to have their esteem of the family. യൗവനക്കാരാ, യൗവനത്തിൽ സന്തോഷിക്കുക, ഇഷ്ടമുള്ള വഴികളിലും ബോധിച്ചു നടന്നുകൊടുക്കുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം നിന്നെ ന്യായവസ്ഥാനത്തിലേക്ക് നടത്തുന്ന അറിഞ്ഞുകൊടുക്കുക. ബാല്യവും യൗവനവുമായ The young man, you can rejoice over the days of your youth. You can choose the ways of conduct, fantasy and whim, but bear one thing in mind. Because of all this, is a lot be presented before the day of judgment, seat of judgment. Youth good and younger days and vanity. ദൈവത്തിന്റെ പ്രമാണം വിട്ട് സലോമോൻ സമ്മിശ്ര ജാതികളുമായിട്ട് വിവാഹബന്ധം എടുത്തു. പ്രമാണം നോക്കില്ല, ഉപദേശം നോക്കില്ല. ഇന്ന് പല ദൈവമക്കളും അതുപോലെയാണ്. ഉപദേശമില്ല, പ്രമാണമില്ല, സഭയില്ല, കൂട്ടായ്മയില്ല, ആദർശമില്ല, ഒന്നുമില്ല. എവിടെങ്കിലും പോയിട്ട് ഏതെങ്കിലും കണ്ടുപിടിക്കുകയാണ് സമ്മിശ്ര ജാതികളുമായിട്ട് വിവാഹബന്ധം. പക്ഷെ സംഭവിക്കുന്നത് മരണമാണ്. Solomon went away from the presence of God. He did not hear the advice of his father. He did not seek the face continuously of his father's God. Instead, he got married with a mixed multitude. Therefore, he got to lose everything. He lost his glory, power, throne, and possession. Therefore, beloved people of God, the present generation is also going after like a mixed multitude. You must bear in mind the ultimate is death only. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ളായ അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ നമ്പറിട്ട് ചില വചനങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു വിടാം. I'd like to give references which speak about the blessings of the people who are continually seeking the face of God. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് 103 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ ഹൃദയം സന്തോഷിക്കും. In Psalm 103 verse number 5 we read, those who seek the face of the Lord, their hearts shall rejoice. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കും. The heart of the ones who look at the face of the Lord shall rejoice. 34-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ വായിക്കുന്നു, Psalm 34 verse number 10 we read, ഒരു ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് ഉണ്ടാകില്ല. one that seeks the face of the Lord, he shall not be in want of any goodness. 69-ാം സങ്കീർത്തനം 32-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, Psalm 69 verse number 32 we read, നിന്റെ ഹൃദയം ജീവിക്കും, their heart shall be quickened. എപ്പോഴും നിന്റെ ഹൃദയം പിടച്ച് സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കും. Heart shall live that seek God and always be glad. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ജീവനുണ്ടാകും. Those that seek the face of the Lord, there shall be new life in their hearts. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം എപ്പോഴും സന്തോഷത്താൽ നിറഞ്ഞിരിക്കും. Those that seek the face of the Lord, their heart shall be always filled with the gladness. 70-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, And Psalm 70 verse number 4 says, അവന്റെ ഹൃദയം ആനന്ദിച്ച് സന്തോഷിക്കും. and his heart shall rejoice and be glad. യെസ്ര 8-ന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, Ezra chapter 8 verse number 32, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവം അനുകൂലമായിരിക്കും. those that seek the face of the Lord, for everyone the Lord shall be favorable. അവനക്ക് പ്രതികൂലമല്ല, It is not adversarial. ദൈവം അവനക്ക് അനുകൂലമായിരിക്കും. God is for them. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. There's no time to read all the references. Let me touch and go. 9-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, Psalm 9 verse 10 we read, ദൈവത്തെ അന്വേഷിക്കുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. those who seek the face of the Lord shall never be left behind by him. എബ്രായലേഖനം 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, Hebrews chapter 11 verse number 6, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ദൈവം കൊടുക്കും. the Lord shall give reward to the ones who seek his face. 119-ാം സങ്കീർത്തനം Psalm 119 അത് 2-ാം വാക്യത്തിൽ, verse number 2, അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. blessed are the ones that seek the face of God. ഹല്ലേലൂയ! Hallelujah. നമ്മുടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ ഭാഗ്യദോഷികളല്ല. Those who are seeking the face of the Lord, they are not unfortunate. എത്ര കാര്യം പറഞ്ഞു പറയാമോ?
Do you remember how many things I have mentioned now? എത്ര കാര്യം പറഞ്ഞു ആരെങ്കിലും പറയാമോ? How many things I have mentioned now? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എത്ര ലഭിക്കും? എത്ര കാര്യം Those who seek the face of the Lord, how many blessings can they inherit? 8 കാര്യം. 8 blessings. ഹല്ലേലൂയ! Hallelujah. എത്ര വലിയ സന്തോഷമാണ്. This is really great joy. ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയം എപ്പോഴും സന്തോഷമായിരിക്കും. The heart that seeks the face of the Lord shall always rejoice. എന്തുകൊണ്ട്? Why? അവർ ദൈവ സാന്നിധ്യം വിട്ട് മാറത്തില്ല. Because the presence of God is always drawing. അവരുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കും. The heart is always drawing near to God. ആ ദൈവത്തെ അന്വേഷിക്കുന്നവരോട് ചേർന്ന് കർത്താവിരിക്കും. The Lord is also drawing near to the ones who are seeking His face continually. ഏദനിലായിരുന്ന മനുഷ്യൻ, The man who was in Eden, ദൈവത്തിന്റെ പ്രമാണത്തിൽ നിയമത്തിൽ ജീവിച്ച കാലഘട്ടത്തോളം, as long as he abode in the law of God, എന്നും എല്ലാ ദിവസവും നല്ല സംസർഗത്തിലാണ് ജീവിച്ചത്. every day he maintained the intimate fellowship of God. മനുഷ്യനെ തേടി ദൈവം അവിടെ ചെല്ലുമായിരുന്നു. God went in search of man. ഒരു പ്രാവശ്യം On one occasion, അവിടെ ചെന്നപ്പോൾ മനുഷ്യനെ കാണുന്നില്ല. as God went then, alas, man is missing. തന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ആക്കിയ സ്ഥാനത്ത് കാണുന്നില്ല. The very man who was created after his own image and likeness, he is not in the place where he was set. ദൈവം വിളിക്കുന്നു. God calls him. ആദമേ, നീ എവിടെ? Lo, Adam, where art thou? എവിടോ നിന്നുകൊണ്ടൊരു ശബ്ദം. Hide him somewhere. He is responding. അയ്യോ, നിന്റെ മുമ്പിൽ നിൽപ്പാൻ കഴിയുന്നില്ല, ഞങ്ങൾ നഗ്നരാണ്. Alas, I'm naked and therefore I cannot stand before thee. ദൈവീയ പ്രമാണത്തെ വിട്ട് നിയമത്തെ ലംഘിച്ച് കർത്താവിന്റെ പ്രമാണത്തെ വിട്ട് പോയപ്പോൾ സംഭവിച്ചതറിയാമോ? ദൈവമായിട്ടുള്ള സംസർഗം വിട്ടുപോയി. നിരന്തരമായിട്ട് അവന്റെ മുഖത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ബന്ധം വിട്ടുപോയി. As he transgressed the law of God, as he went away from the presence of God, you know what was the aftermath? He lost the communion, he lost the fellowship in which he was permanently dwelling. അവന് വീണ്ടും വിട്ടേടി വരുന്നു. Again the Lord goes in search of him. വാസ്തവമായി ദൈവത്തിന്റെ മാർഗത്തെയും തള്ളി, പാപത്തിന്റെ അന്ധകാരത്തിലായിരുന്ന കർത്താവിന്റെ മാർഗം തള്ളി പുറം പറമ്പിൽ തള്ളപ്പെട്ടതായിരുന്നു നമ്മെ തേടി വന്ന കർത്താവിന്റെ സ്നേഹമാണ് ദൈവമക്കളെ നമ്മളിവിടെ വന്നിരിക്കുന്ന സ്നേഹം. Beloved people of God, really we transgress the commandment of God, we went away from the presence of God, and we were cast in the outer camp. However, because of the matchless love and compassion of God, He came in search of us. Because of the great love only, today we have gathered in the presence of God. വിളിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം വിടുവിക്കുന്ന ഓരോ വ്യക്തിയോട് സംസാരിക്കുന്നു. ചില ശരീരം കൊണ്ട് ഇവിടെ ആയിരിക്കാം, പക്ഷേ മനസ്സ് ആത്മാവ് എവിടെയായിരിക്കുന്നു, ഏതെല്ലാം സ്ഥലത്തായിരിക്കും? നീ മടങ്ങി വരുവാൻ കർത്താവ് നിന്നെ വിളിക്കുകയാണ്. If God had made such a calling, then no, Adam, where art thou? Tonight the same calling is coming, and perhaps physically you may be here, but in psyche you may be away from the presence of God. The Lord is giving an invitation to come back to His presence. മകനേ, നിന്നെ ആക്കിയ സ്ഥലത്തേക്ക് നീ മടങ്ങി വാ. No, son, make it come back to a place where he was set. ആ സംസർഗത്തിൽ നമുക്ക് ജീവിക്കാം. You let us maintain the communion again. മുഖത്തെ നോക്കി നമുക്ക് ജീവിക്കാം. Look at the face of the Lord and set our journey. മുഖത്തെ നിരന്തരമായി അന്വേഷിച്ചു നമുക്ക് ജീവിക്കാം. Let us seek the face of the Lord continuously and correct our life. ആ തേജസ്സിൽ നമുക്ക് ജീവിക്കാം. Let us behold the glory of God and live a life in the Spirit. ആ കൃപയിൽ നമുക്ക് ജീവിക്കാം. Let us lead our life in the grace of God. നീ മടങ്ങി വാ. Return. നിന്റെ പ്രാർത്ഥന ജീവിതം എവിടെ? Where is your prayer life? ദൈവത്തോട് മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന അവസ്ഥ എവിടെ? And where have you lost the experience of look at the face of the Lord and pleading in the Lord? നാമത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അനുഭവം നിനക്ക് ഇപ്പോൾ എവിടെ? And where do you have the experience of suffering for the sake of the name of God? രോഗശാന്തി നിരന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിന്റെ ആ വിശ്വാസം എവിടെ? Fellow people of God, could become steadfast in the divine healing doctrine. Where is that hope now? എത്രയോ സന്ദർഭത്തിൽ കർത്താവിന്റെ അത്ഭുതമായിട്ടുള്ള കരത്താതിനെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ആ ദൈവത്തെ മറന്നു കളഞ്ഞു പോ. On many contexts, the Lord has stretched out His marvelous hand, touched and held you. Have you forgotten the miraculous healing of God? ദൈവത്തെ മറന്നുപോയിട്ടുള്ളവരെ, നീ മടങ്ങി വാ. നിശ്ചയമായിട്ടും നിന്നെ ആദരവോടെ സ്നേഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Those that have forgotten the ways of God, make a come back unto Him with the compassion and affection. He is willing to love you again. എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? How should we seek the face of God? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണം. With a perfect heart we must seek the face of God. ദിനവൃത്താന്തം 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചാട്ടെ. Chronicles chapter 15 verse 12. ദിനവൃത്താന്തം 15:2 മുതൽ. അവൻ ആസിയിൽ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ആസിയും എല്ലാ യഹൂദ്യരും ബെന്യാമീനരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. All people of us and Benjamin, വായിച്ചാട്ടെ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. യഹോവയോട് കൂടെ ഇരിക്കുന്ന കാലത്തോളം
നിയമത്തിലും പ്രമാണത്തിലും മോശയിലും പ്രതീക്ഷയിലും തീരുമാനത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ആയിരിക്കുന്ന കാലത്തോളം ദൈവം നിന്നോടിരിക്കും, ഇല്ലെങ്കിലില്ല. As long as you are dwelling with the Lord, as long as you persist in the consecration, sanctification, holiness and confession, the Lord shall dwell with you. Otherwise, He shall not be with you. ഒരു ഉണർവുണ്ടാകുമ്പോൾ തീരുമാനമെടുക്കും. When a revival comes, people will make decisions. പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകുമ്പോൾ തീരുമാനമെടുക്കും. When they undergo a peculiar experience, they will make a consecration. ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ നിനക്ക് നേടിയെടുക്കുമ്പോൾ നീ തീരുമാനമെടുക്കും. When the request is fulfilled, they will make up their mind. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നീ മറന്നുപോയി. After everything is fulfilled, you are forgetting your God. എത്രയോ സന്ദർഭത്തിൽ നിന്നെ കർത്താവ് സൗഖ്യമാക്കി. On many occasions, the Lord had healed you. മാരക രോഗത്തിന് യേശു സൗഖ്യമാക്കി. From the formidable sicknesses, Jesus healed you. പാപത്താൽ നീ നിലവിളിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്റെ കർത്താവിന്റെ കരത്താൽ നിന്നെ സൗഖ്യമാക്കിയ അല്ലെങ്കിൽ നിന്നെ രക്ഷിച്ചതായത് പാപത്തെ ശമിച്ചതായ ആ ദൈവത്തെ നീ മറന്നു കളഞ്ഞു. As you were wailing over because of the formidable nature of your sin, God is touching His hand. He delivered you, touched you, and healed you. But now you have forgotten the very Jesus. ഇവിടെ എന്താ വായിച്ചത് അറിയാമോ? What do we read here? ആ വാക്യം ഒന്നുകൂടെ ശക്തമായി വായിച്ചാട്ടെ. Read the same passage again. അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞത് ആസയും എല്ലാ യഹൂദ്യരും ബെന്യാമീനരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചു കളയും. If you seek Him, He'll be found of you. And but if you forsake Him, He'll forsake you. നമുക്ക് നമ്മുടെ ദൈവത്തെ അന്വേഷിക്കാം. Let us seek the face of God. അവന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. Let us look at His face. നിരന്തരമായി അവന്റെ മുഖത്തെ അന്വേഷിക്കാം. Continually, let us seek the face of God. ദൈവത്തോട് ചേർന്നിരിക്കുന്ന കാലത്തോളം അവൻ നിന്നോട് ചേർന്നിരിക്കും. As long as we cling on to the Lord, He shall draw nigh unto us. ഒരു പാട്ടുണ്ട്. We have got a song. നിന്നെ പിരിഞ്ഞുള്ള ജീവിതം എനിക്ക് പാടാമോ? ഒച്ച പോരാ, അതുകൊണ്ടാണ്. നിന്നെ പിരിഞ്ഞുള്ള ജീവിതം എനിക്കിനി ഒരു നാളുമാവതില്ലേ. നിന്നുള്ള ജീവിതം എനിക്കിനി ഒരു നാളുമാവതില്ലേ. എന്താ പറയട്ടെ? ഈ പാട്ട് അറിയാൻ വയ്യാന്ന് തോന്നുന്നല്ലോ. I think most of the people do not know this song. പാട്ട് അറിയാൻ വയ്യാങ്കിൽ നിങ്ങൾ പാടിയാട്ടെ. നിന്നെ പിരിഞ്ഞുള്ള ജീവിതം എനിക്കിനി ഒരു നാളും ആവതില്ലേ. Oh Lord, never can I do life get you separated from you. അങ്ങനെ തീരുമാനിച്ചവർ, those who made such a decision, ഒരു നിമിഷം കൈ ഉയർത്താമോ? let us lift up our hands. എന്റെ ദൈവത്തെ പിരിഞ്ഞെനിക്ക് ജീവിതം എനിക്ക് വേണ്ട. Let it be God. I am not in need of that kind of life. എന്ത് വന്നാലും എന്റെ യേശു എനിക്ക് മതി. What all come, my Jesus is enough for me. കർത്താവേ, ഞാൻ തീരുമാനമെടുക്കുകയാണ്. Oh Lord, now I take a decision. കഷ്ടം വരട്ടെ, May sufferings come, ദുഃഖം വരട്ടെ, may sorrows come, വേദനകൾ വരട്ടെ, may pain comes, എന്ത് ദുഃഖങ്ങൾ വരട്ടെ, whatever the problems come, എന്ത് പ്രശ്നങ്ങൾ വരട്ടെ, may problems come, ആരെല്ലാം എതിർക്കട്ടെ, whoever stands against me, ദൈവത്തിന്റെ മാർഗത്തിനെതിരായിട്ട് ആര് ഏത് ശക്തികളെ എതിർക്കട്ടെ, any power, anyone stands against the way of God. നിന്നെ പിരിഞ്ഞുള്ള ജീവിതം എനിക്ക് വേണ്ട. നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുന്നവർ തീരുമാനമെടുക്കാം. Oh Lord, I am in need of a life without you. I will always follow you. Let us make such a decision. കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. പരമാർത്ഥ ഹൃദയത്തോടെ തീരുമാനിക്കുന്നവരെ ഞാൻ ബാധിക്കാൻ പോകുകയാണ്. The Spirit of God is talking with an upright heart, with a sincere heart. Whomsoever is make a decision, I am going to send them. ദൈവാത്മാവ് സംസാരിക്കുന്നു. The Spirit of God is talking. കൈ ഉയർത്താൻ പറഞ്ഞതുകൊണ്ട് ചിലർ കൈ ഉയർത്തി. Some people lift the hands just for namesake. എന്നാൽ പരമാർത്ഥ ഹൃദയത്തോട് വാസ്തവമായി തീരുമാനമെടുത്തിരിക്കുന്ന പലരെയും ഞാൻ കാണുന്ന കർത്താൻ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. The Spirit of God says, wait, with a sincere heart, in the true spirit, some people have
decided and lifted their hands. നിന്റെ കഷ്ടത കർത്താവ് ഇന്ന് രാത്രികാലം നീക്കാൻ പോകുകയാണ്. This evening, the Lord is going to wipe away all your sufferings. നിന്റെ രോഗത്തെ ഇന്ന് രാത്രി നീക്കാൻ പോകുകയാണ്. Tonight, the Lord is going to heal all your sicknesses. നീ വേദനിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം നൽകാൻ പോകുകയാണ്. The problem over you are born within, the Lord is going to solve it. എന്റെ യേശു മാത്രം മതി എന്ന് പറയുന്നവരെ ഇന്ന് രാത്രികാലം ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. Those who say, my Jesus alone is enough for me tonight, the Lord is going to honor you. എന്റെ യേശു എനിക്ക് മതി. My Jesus is sufficient for me. എന്റെ യേശു എനിക്ക് മതി. My Jesus is enough for me. നിന്നെ പിരിഞ്ഞാൽ ഒരിക്കലും പുറകോട്ട് പോകുകയില്ല. Oh Lord, deliver you. There's no question of backtracking. ആ തീരുമാനിക്കുന്നവരെ ഇന്ന് രാത്രികാലം ദൈവം പുതുപ്പിക്കാൻ പോകുകയാണ്. Those who make such a decision tonight, the Lord is going to renew you. ആ തീരുമാനം ചെയ്തവരെ ഇന്ന് രാത്രികാലം കർത്താവിന്റെ ശക്തിയുടെ കരത്താൽ അതിനെ തൊട്ട് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. Those who make such a decision tonight, the Lord is going to touch you with his arm of power. He is going to strengthen you. നിന്റെ ബാധ ഇന്ന് രാത്രികാലം നീക്കാൻ പോകുകയാണ്. Tonight your plague is going to be eliminated. നിന്റെ കുടുംബത്തിൽ നിന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പൈസ ശക്തികളെ ഇന്ന് രാത്രികാലം നിർമൂലമാക്കാൻ പോകുകയാണ്. Tonight the Lord is going to destroy all the devilish powers which are destroying the progress of your family. Oh Jesus, Jesus, Praise the Lord. Jesus. Praise the Lord. Jesus. യേശു മാറാത്തവൻ. Jesus is unchanging. യേശു മാറാത്തവൻ. Jesus is unchanging. യേശു മാറാത്തവൻ. Jesus is unchanging. അവൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. He shall never leave you. നീ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് നീ പരാജയത്തിലായിരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ ചിലരെ കർത്താവ് കാണുന്നു. കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ഇതാ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നിനക്ക് നന്മ തരാൻ പോകുകയാണ്. You made every attempt to get a job, or else you met with only failure. With some people, the Spirit of God says, then the Lord is going to give you a preparation according to your desire. ജീസസ് ആത്മീയ കാര്യങ്ങളിൽ നിന്റെ പരാജയത്തെ നീ സമ്മതിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാട്ട്. Simply confess, accept the shortcomings in the spiritual life, and make a pleading unto the Lord and pray. മുൻപേ രാജ്യനീതി അന്വേഷിപ്പീൻ, അതോടെ സകലവും നൽകുന്ന കർത്താവ്. നീ ദൈവത്തോട് തീരുമാനമെടുക്കുമ്പോൾ അതോടെ സകല നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നൽകി നിന്നെ സഹായിപ്പാൻ നിന്റെ അടുക്കൽ യേശുണ്ട്. First seek ye the kingdom of God and his righteousness, then all these things shall be added unto thee. The very God who had given such a promise, now accept the shortcomings, make a confession unto him, and the Lord is going to bless you abundantly. Hallelujah. Praise the Lord. Hallelujah. Hallelujah. ദിർവൃത്താന്തം 14 വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും, ദേശത്തിന് ചുറ്റും, സഭയ്ക്ക് ചുറ്റും, നിനക്ക് വ്യക്തിപരമായിട്ട് ചുറ്റും ഇതവർ വിശ്രാമം തരാൻ പോകുകയാണ്. Chronicles chapter 14 verse number 7, we understand those who are seeking the face of the Lord, those who are trusting upon the power and grace of the Lord is going to build a city around you, and he is going to command rest in your life. വായിച്ചാട്ട്. നാം അവനെ അന്വേഷിക്കുകയും അവൻ ചുറ്റും നമുക്ക് വിശ്രമം നൽകുകയും ചെയ്യുന്നവർക്ക് ചുറ്റും ഒരു സ്വസ്ഥത അഥവാ വിശ്രാമം നിനക്ക് നൽകാൻ പോകുകയാണ്. The Lord is going to command your rest, your repose to the people who want seeking his face. എന്റെ ദൈവന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് വിശ്രാമം തന്നിരിക്കുന്നു വിശ്വസിക്കുന്നവർ മാത്രം കരയുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഒരു പ്രാവശ്യം കൂടെ. ഇത്രയും ജനങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഹല്ലേലൂയ എത്രയേ ഉള്ളൂ ശബ്ദം? നല്ല ഗംഭീരമായിട്ട് ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. Glory be to God. നമ്മൾ ആ സന്തോഷത്തോടുകൂടെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരു ഹല്ലേലൂയ മുഴക്കിയാലുണ്ടല്ലോ സ്വർഗ്ഗം സന്തോഷിക്കും. If you believe and with which I shout hallelujah, heaven shall rejoice over it. കാരണം സ്വർഗ്ഗത്തിലെ ഭാഷയാണല്ലോ ഹല്ലേലൂയ. Because hallelujah is the tongue of heaven. ദൈവമക്കളെല്ലാവരും ആത്മാവിൽ നിറഞ്ഞിട്ട് സന്തോഷിച്ച് അങ്ങോട്ട് ഹല്ലേലൂയ പറയുമ്പോൾ ഉണ്ടല്ലോ സ്വർഗ്ഗം സന്തോഷിക്കുകയാണ്. When the people of God get filled up in the Spirit of God, rejoice in the presence of God, shout hallelujah, heaven rejoices at it. നിന്റെ ചുറ്റും ഭീകരമായിട്ടുള്ള അവസ്ഥകൾ, ഭീതിയും ഭയവും ഭീതിത്വമായിരുന്ന വ്യക്തികളോട് ദൈവത്തിന് ആത്മാവ് സംസാരിച്ചല്ലോ. ഇന്ന് രാത്രിക്കാലം ഇന്ന് മുതൽ നിനക്കൊരു വിശ്രാമതയും തന്നിരിക്കുന്നു. People were surrounded by formidable and terrible circumstances. Tonight the Spirit of God says, then God has commanded a rest in your life. ദൈവമക്കളെ 2010 മുഴുവനും ദൈവത്തോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ കലക്കമില്ല, നിരാശയില്ല, നിനക്ക്
വിശ്രമമായിരിക്കും. Beloved people have gone throughout the year 2010. If you're drawing closer to the Lord, there's no turmoil, there's no trouble in your life. You will experience only rest. ആരെങ്കിലും പുതിയതായി എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം നീ കർത്താവിന് ഹൃദയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഇന്ന് രാത്രി, നാളെയല്ല, ഇന്ന് രാത്രി നിനക്ക് നൽകാൻ പോകും. There is any new service, listen to my words. The Lord is going to come out to deliverance and solution to problem, not to tomorrow, tonight. He is going to deliver you. നീ എത്രയോ പാപം ചെയ്തു, You might have committed plenty of sins. എത്രയോ സമൂഹത്തിന് വെറുപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. You did many things which are in abhorrence to the society. നീ ജീവനോടിരിക്കുന്ന ദൈവം നിന്നെ സ്നേഹിക്കുന്നുകൊണ്ട്, Since the Lord loves you only, today you remain alive. ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. Because God is in need of you. മകനേ, നീ മടങ്ങുക. My son, come back. ജാതിയോ മതമോ കർത്ത നോക്കുന്നില്ല. Lord is not bothering about caste or creed. ചെറിയവരോ വലിയവരോ കർത്ത നോക്കുന്നില്ല. Lord is not bothered about small or great. നീ മടങ്ങുക. Come back. കർത്താവിന്റെ പാദത്തിലേക്ക് നീ മടങ്ങുക. Make a return to the footsteps of the Lord. നിശ്ചയമായും അനുതാവാക്യങ്ങളോട് നിലവിളിയോട് നീ കടന്നു വന്നാൽ നിശ്ചയ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു നൽകും. Indeed, with a confession and repentant heart, if you come back to the presence of God, He can find solution to all the burning problems of your life. ദിനോത്താന്റെ 14 വാക്യത്തിൽ വായിക്കുന്ന പോലെ, കാണുന്ന പോലെ ആശ ദൈവത്തെ പ്രസാദമുള്ള ചെയ്തു. അതുപോലെ ദൈവമക്കളെ നമുക്ക് ദൈവത്തെ പ്രസാദമുള്ള ചെയ്യാം. അപ്പോഴാണ് ചുറ്റും വിശ്രാമം ഉണ്ടാകുന്നത്. In Chronicles chapter 14 verse number 2 we read, Asa did things which are pleasing unto the sight of God, and therefore God just surrounded him, built a building, cities and walls, and commanded rest in his life. തന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തന്റെ മുഖം അന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ നിനക്ക് ദേശത്തിനും കൂടെ സൗഖ്യം തരും. The people who are called in the name of God, if they forsake their own shortcomings and their own trespasses, they seek the face of the Lord diligently, the Lord shall command you healing in the land. ദിനോത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ് പറഞ്ഞത്. വായിക്കാൻ സമയമില്ല. നിന്റെ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞിട്ട് നീ കർത്താവിലേക്ക് അടുക്കുന്നുവെങ്കിൽ നിനക്ക് ദേശത്തിനും കൂടെ നിനക്ക് സൗഖ്യം തരും. In Chronicles chapter 7 verse 14 we read that, living from the iniquity trespasses, if you are living the wicked ways, turning unto the Lord shall hear from heaven and will forgive their sin and will heal the land. എങ്ങനെ അടുത്ത് വരണം? How should you come closer to the Lord? തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തന്റെ മുഖം അന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ നിനക്ക് സൗഖ്യം. If you humble yourself, make a confession unto the Lord with the praying, turn from the wicked ways and seek the face of the Lord, you will have rest. ചിലര് സൗഖ്യം പ്രാപിക്കാൻ വരുന്നത് നയമാൻ ആഗ്രഹിച്ചതുപോലെ. Some people come forward to get healed as if Naaman wanted to have healing. നയമാൻ ആഗ്രഹിച്ചെന്നറിയാമോ? You know what was the desire of Naaman? പ്രവാചകനിലേക്ക് ചെല്ലും. He would go to the prophet. പ്രവാചകൻ കൈ അങ്ങോട്ട് തലയിൽ കൈവച്ച ശേഷം പിശാചിനോട് പറഞ്ഞു, പിശാചിനെ പറയും, കുഷ്ഠരോഗം വിട്ടുമാറും എന്നാണ് വിചാരിച്ചത്. He expected that the prophet would lay his hand upon him and he would command that a devil depart from him. Suddenly he would get healed. നീ പോയിട്ട് 7 പ്രാവശ്യം യോർദാൻ നദി പോയി മുങ്ങാൻ. You go and dip yourself 7 times in Jordan. ശാഠ്യത്തോടുകൂടെ എന്താ പ്രമാണം? എന്താ? ഞാൻ ചെറുപ്പത്തിൽ സ്നാനം എടുത്തതാണ്, ഞാൻ മുഹമ്മദ് മുങ്ങിയതാണ്. ഇതൊക്കെ ഞാൻ മറുഭാഷയിൽ നേരത്തെ പറഞ്ഞതാണ്. ഇത് പ്രമാണം എന്താ പ്രമാണമാ? ഇതൊക്കെ എനിക്ക് അവിടെ ഞങ്ങൾക്ക് നല്ല നദികളൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി മുങ്ങിക്കൂടായോ? Being irritated at the very statement, he says that during my younger days, early days, I took this baptism and I know all those things. I can go to that river and dip myself 7 times without his guidance. I know all these laws. നിനക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ, In order to find healing, നന്മ ലഭിക്കണമെങ്കിൽ, not to experience വിശ്രാമം ലഭിക്കണമെങ്കിൽ, not to have rest, 7 പ്രാവശ്യം മുങ്ങണം. 7 times he must dip. 7 അടിസ്ഥാന ഉപദേശത്തെ കാണിക്കും. 7 speaks about fundamental doctrines, മാനസാന്തരം, repentance, ജലസ്നാനം, baptism, പരിശുദ്ധാത്മ Holy Ghost power, ആദിയായിട്ടുള്ള ദൈവപ്രമാണങ്ങൾ, these divine laws. ഒടുവിലായിട്ട് അപ്പോസ്തലന്മാർ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് കടന്നു പോകണം. And finally how to come to apostle doctrines and take part in the holy fellowship. ഇത് ഇടയിലൊരു പ്രമാണമുണ്ട്. In between there is another law, ദൈവീ രോഗശാന്തി, divine healing. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇന്ന് പലരും സ്നാനം എടുത്തെന്നാ പറയുന്നത്. Today many people say that they already took baptism. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കാസറ്റ് CD കൊണ്ട് പ്രസംഗം കേട്ടു. Recently I listened to a message from a CD. ഒരാള് ഇസ്രായേൽ കാണാൻ പോയി. One person visited the land of Israel. അവിടെ പോയപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് സ്നാനം വേണമെന്ന്. After reaching there, one friend said that I want to have baptism. നീ എനിക്ക് സ്നാനം തരണമെന്ന് പറഞ്ഞു. You do one thing, you administer baptism to me. രക്ഷിക്കപ്പെട്ട് ദൈവപാതയിൽ വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. Simply 1 month passed by since he came to
this salvation. പുള്ളി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്നുള്ളത് അറിയത്തില്ല. He did not receive the power of Holy Ghost. ഞാൻ കാസറ്റ് കേട്ടതാണ്. I listened to that CD. ഈ കൂടെ പോയ കൂട്ടുകാരന് ഇദ്ദേഹം സ്നാനം കൊടുക്കണം. The person who accompanied him, he says that he must baptize താൻ him. പുതിയ വിശ്വാസിയാണ്. He is a new believer. ഒരു മാസമേ ആയിട്ടുള്ളൂ. Simply 1 month passed by. ഞാൻ എന്നെ ശുശ്രൂഷകൻ പാസ്റ്ററോട് വിളിച്ച് ചോദിച്ചു, ഇദ്ദേഹത്തെ പറയുന്നു ഇവിടെ യേശു സ്നാനം എടുത്ത സ്ഥലത്ത് തന്നെ എനിക്ക് സ്നാനം സ്വീകരിക്കണം, നീ എനിക്ക് സ്നാനം തരണമെന്ന് പറയുന്നു, ഞാൻ കൊടുക്കാൻ ഒക്കുമോ, എനിക്ക് എന്തറിയാം എന്ന് ചോദിക്കുന്നു. Telephonically he contacted then pastor and said that this is a demand and request of my friends, so he wants to take baptism the place where Lord Jesus Christ took baptism. What shall I do? ഉടനെ പാസ്റ്റർ പറയുന്നു, The pastor said, അത് കുഴപ്പമില്ല, പിടിച്ചു മുക്കിയത്. no problem, just drown him. ഞാൻ പിടിച്ചു മുക്കി. I immersed him. എനിക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിയല്ലോ. I got such a privilege. എന്താ സ്നാനം? What is this baptism? എന്താ പ്രമാണം? What is this law? ഈ അടുത്തിടയ്ക്ക് ഒരു പ്രാസംഗികനായ വ്യക്തി എന്നോട് എനിക്ക് സമീപിച്ചു. Recently an evangelist came unto me. താൻ ചോദിക്കുന്നു, He asked, പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷ എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള ഭാഷയാണോ അതോ ഒരേ ഭാഷയാണോ എന്ന് ചോദിക്കുകയാണ്. whether this power of Holy Ghost, the unknown tongue, different tongues or the same tongue? വചനം വായിക്കുന്നല്ലോ. We read from the scripture. പെന്തക്കോസ്ത് പരിശുദ്ധാത്മ ശക്തി ഉണ്ടായപ്പോൾ അവരെ കൂടി വന്ന 18 ഭാഷക്കാർക്കും അവരവരുടെ ഭാഷ മനസ്സിലായി. സംസാരിച്ചവർ ഗലീലക്കാർ മാത്രമാണെന്ന്, ഗലീല ഭാഷ മാത്രം അറിയാവുന്നവരാണെന്ന് കേൾപ്പായിരുന്നല്ലോ. അങ്ങനെ അവർ സംസാരിച്ച ഭാഷ 18 ഭാഷക്കാർക്ക് മനസ്സിലായെങ്കിൽ അന്യഭാഷ വ്യത്യസ്തമായിട്ടുള്ള ഭാഷയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. On the day Pentecost, as the people spoken unknown tongues, the people of different 18 tongues assembled to them, they were able to understand this one. Thus, from this, it is evident that unknown tongue is of umpteen types. ഞാൻ ആരെ കുറ്റം പറയല്ല. I am not finding fault with anyone. അങ്ങനെ ചോദിക്കുന്നെങ്കിൽ ക്ഷമിക്കണം. And if he feels so, please forgive him today. താൻ എന്നോട് പറഞ്ഞറിയാമോ? You know what he say? ഞാൻ ആ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. I was waiting for anointing. ശുശ്രൂഷകൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. The worker came unto me and said, ഞാൻ പറയുന്ന പോലെ ഏറ്റുചൊല്ലാൻ പറഞ്ഞു. You repeat my statements. ഞാനത് അദ്ദേഹം പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റുപറഞ്ഞു. I repeated all the statements of the past. ഉടനെ മൈക്ക് അടിച്ചു നിർത്തി. Suddenly he stopped the microphone. ഇന്നാൾ അഭിഷേകം പ്രാപിച്ചു പ്രിയമുള്ളവരെ എന്ന് അവിടെ പരസ്യം ചെയ്തു. He announced, beloved, such and such person received power of anointing. എനിക്ക് സംശയമാണ്. I'm doubtful. താൻ പറഞ്ഞ വാക്ക് എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് അന്യഭാഷയാണോ? He wanted to repeat his utterances. I repeated whether it is unknown tongue. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള വ്യക്തിയുടെ കൈക്കീഴാണ് സ്നാനം സ്വീകരിച്ചെങ്കിൽ വീണ്ടും അടിച്ച് നിങ്ങൾ സ്നാനം സ്വീകരിച്ചില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോക്കി നടക്കിയത് ഞാൻ പറഞ്ഞു. I told him that if you have received baptism in the hands of such a person, and if you have to get rebaptized, otherwise you cannot find access to the kingdom of heaven. ഞാൻ എറണാകുളത്തിരിക്കുമ്പോൾ ഇരുന്നപ്പോഴും ഇപ്പോൾ ട്രിവാൻഡ്രത്തിരിക്കുന്ന സമയത്തും, ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് അനേക വ്യക്തികൾ നമ്മോടുകൂടെ ഐക്യപ്പെട്ട് എടുത്തുകൊണ്ടിരുന്ന 17, 18, 19 വർഷക്കാലം പഴക്കമുള്ള വിശ്വാസികൾ ഇന്ന് സ്നാനം എടുത്തുകൊണ്ടിരിക്കുന്നു. When I was doing ministry in Ernakulam Center, and I am doing ministry in Trivandrum Center, in all these centers, many people who come to the fellowship and put up prolonged services, 17 years, 18 years, 20 years, even they took part in Holy Communion as well. These days, they are getting rebaptized. ഞാൻ പറയട്ടെ, let me tell you, പറഞ്ഞത് എന്നെ സ്നാനപ്പെടുത്തിയ വ്യക്തി അഭിഷേകം പ്രാപിച്ചാൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. He said that I am skeptical as to the person who administered this baptism to me, whether he is an anointed person. ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നാനം എടുക്കണം. In that case, you have to get rebaptized. യഥാർത്ഥമായിട്ടുള്ള അഭിഷേകത്തിന്റെ സ്നാനമല്ലെങ്കിൽ നിശ്ചയമായിട്ട് നീ മക്കളെ, അങ്ങനെ ആരെങ്കിലും ഒതുങ്ങിയിരിക്കുന്നെങ്കിൽ 35 അല്ല 50 വർഷമുള്ള വിശ്വാസിയായാലും നീ വേഗത്തിൽ സ്നാനം എടുത്തോ, ഇല്ലെങ്കിൽ പോക്ക. If that process of baptism was not done under the hands of a person who was anointed, even the prolonged years he put up, even half a century, even 50 years passed by, it is of no use. You have to get rebaptized, otherwise you cannot find entrance to the kingdom of God. ദൈവീയ പ്രമാണത്തിനനുസരിച്ച് കർത്താവിന്റെ വ്യവസ്ഥപ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മനാമത്തിലുള്ള അഭിഷിക്ത സ്നാനം അഭിഷേകം പ്രാപിച്ചോടെ കൈക്കീഴിൽ സകലം വിട്ട് കർത്താവിനെ പിൻഗമിക്കുന്ന ശുശ്രൂഷ കൈക്കീഴിൽ സ്നാനം സ്വീകരിക്കാൻ തീരുമാനിച്ചാട്ട് അങ്ങനെ സ്വീകരിക്കുന്നവർക്ക് നാളെ തന്നെ സ്നാനം സ്വീകരിക്കും. Obeying the law of God, you must take water baptism in the name of the Father, Son, and the Holy Ghost. And a person who sees the power of the Holy Ghost and who is following the apostle doctrines, under whose hands you must take water baptism, and again make up your mind to take decision. And if you are prepared, we are ready to do the same even tomorrow. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ആത്മനിറവിൽ കൂടെ ജീവിക്കുന്ന ശുശ്രൂഷക്കാരോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് ദൈവരോഷാൽ നിലനിൽക്കുന്നവർക്ക് വേണ്ടി യേശു വേഗം വരാൻ പോകുകയാണ്. Lord Jesus Christ is going to person for the people who receive the power of the Holy Spirit of God and to stand firm in the apostolic doctrine and divine healing, and for such people the Lord is going to appear. നിങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ, in order to remain alive, എന്ത് ചെയ്യണം? what should you do? ആമോസ് പ്രവചനം 5-ാം അധ്യായത്തിന്റെ 4-5 വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. From the book of Amos, chapter 5, verses 4 and 5.
വായിച്ചാട്ട് നിങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ, in order to remain alive, ദൈവത്തിന്റെ പ്രമാണത്തെ നിങ്ങൾ പാലിച്ചുകൊണ്ട് അവന്റെ മുഖത്തെ നിങ്ങൾ അന്വേഷിക്കണം. you must hold fast the laws of God and seek his face. വായിച്ചാട്ട് യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. എന്നെ അന്വേഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. Glory be to God. നമുക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നമുക്ക് ഒരു അനുഭവം കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. In order to have prolonged life, there is only one experience, that is seek the face of the Lord. അവന്റെ വഴികളെ തേടാം. Let us seek the ways of അവന്റെ God. മാർഗ്ഗപ്രകാരം ജീവിക്കാം. Let us lead our life according to അവന്റെ his ways. ഉപദേശപ്രകാരം നമുക്ക് ജീവിതം ചെയ്യാം. Let us maintain our life according to his doctrines. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ 1-2 മിനിറ്റ് കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. I would like to present one more thing and wind up a message within a few minutes. എങ്ങനെ ദൈവത്തെ അന്വേഷിക്കണം? How should we seek the face of God? രണ്ടാമതായിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് നിർത്തട്ടെ. Secondly, I would like to highlight one more thing. 2 വൃത്താന്തം 20-3 വാക്യത്തിൽ വായിക്കുന്നു. 2 Chronicles chapter 3 verse number 20. ഉപവാസത്തോടുകൂടെ ദൈവത്തെ അന്വേഷിക്കണം. With the fasting, you must seek the face of God. വായിച്ചേ. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. ദൈവത്തിന് മഹത്വം. Glory be to God. എങ്ങനെ അന്വേഷിച്ചു? How did he seek? എങ്ങനെ അന്വേഷിച്ചു? How did he seek? ഉപവാസത്തോടെ. By fasting. വിശ്വാസികളോട് ഞാൻ പറയട്ടെ, To the believers let me say, പലർക്കും ഉപവസിക്കാൻ കഴിയുന്നില്ല. when you are not able to fast today, 3 നേരത്തെ 4 നേരം ആഹാരം കഴിക്കും. these are 3 morsels, they have 4 square of meals. നിങ്ങൾ ഉപവസിക്കണം. You must fast. ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമക്കൾ, വിശ്വാസികളെ നിങ്ങൾ ഉപവാസത്തോടെ അന്വേഷിക്കണം. Beloved people of God, dear believers, those who seek the face of the Lord, with the fasting you must do it. ഒരു നേരത്തെ ആഹാരം വേണ്ട. You must abnegate 1 morsel of food. ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, Normally I used to do കൺവെൻഷനൊക്കെ ഞാൻ കൺവെൻഷൻ നടത്തുന്ന സമയത്ത് at the time of our convention. ഞങ്ങൾ 1 മാസം ഉപവാസ പ്രാർത്ഥന വെക്കാറുണ്ട്. For 1 month we would arrange a fasting prayer. അതില് രാത്രി മുഴുവനും സഹോദരന്മാർക്കാണ്. Throughout night meant for brothers. ഈ പ്രാവശ്യം 4 രാത്രി മുഴുവനും ഞാൻ സഹോദരന്മാരുടെ കൂടെ ഇരുന്നു. And but this year, this time, for 4 complete nights, I joined the brothers. രാത്രി സ്വത്ര പ്രാർത്ഥനയോടെ സഹോദരന്മാരെ പറഞ്ഞു വിട്ടു. And when the early morning 4 o'clock the morning praise starts, they will wind up that meeting. എന്നിട്ട് തീരുമാനം പറഞ്ഞ കൺവെൻഷൻ സമയത്ത് ഞാൻ വെള്ളം കുടിക്കാതെ ഉപവാസം എടുക്കും. I decided that at the time of convention, without even drinking water, I would undergo fasting. ചിലപ്പോൾ ശരീരത്തിൽ ക്ഷീണം ഉണ്ടായേക്കാം. Sometimes my body may undergo some fatigue. ബലഹീനം ഉണ്ടായേക്കാം. Sometimes the weariness might be felt. ആദ്യ മനുഷ്യ ശക്തിയോടെ ബലം പ്രാപിക്കും. However, the inner man should be strengthened. നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി എന്റെ ദൈവമേ എന്നെ സഹായിക്കണേ എന്ന് പറയണമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഉപവാസത്തോടുകൂടെ ദൈവത്തെ അന്വേഷിക്കണം. In order to look at the face of the Lord and say, "Oh Lord, just to help me," we must do that process by fasting and seeking the face of God. ഉപവസിച്ചുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മാത്രം കരയുയർത്തി ദൈവമക്കൾ ഹല്ലേലൂയ പറയാമോ? The people of God who are fasting and praying, lift your hand, hallelujah. ഒടിഞ്ഞ കരമല്ല, നല്ല കരം ഉയർത്തിയാട്ടെ. Hallelujah. ഭൂരിപക്ഷം ജനങ്ങളും ഉപവാസത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. Vast majority with the fasting they worship unto the Lord. ഉപവസിക്കണം. You must fast. ഭക്ഷണം വെടിയണം. You must abnegate food. ഭക്ഷണത്തെ മാറ്റിവെയ്. You must also keep away food. ദൈവസന്നിധി നിലവിളിച്ചാട്ട്. Cry in the presence of God. കർത്താവേ സഹായിക്കണം. Oh Lord, just help me. യേശുവേ കൺവെൻഷനെ മാനിക്കണം. Lord Jesus, honor our convention. യേശുവേ നീ മാനിക്കണം. Lord Jesus, honor our process. ബുധനാഴ്ച ദിവസം അതിശക്തിയായി മഴ പെയ്തു. Wednesday there were torrential rains in the suburbs. ആ ദൈവം പ്രാർത്ഥന കേട്ടിട്ട് അതിനുശേഷം മഴ പെയ്തില്ല. ഹല്ലേലൂയ. But the Lord heard to pray and rain was stopped thereafter. ആ മഴ പിന്നെ പെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഈ ഗ്രൗണ്ട് മുഴുവൻ ചള്ളയായേനെ. And had that rain continued, and this ground could have been filled with mire. രാവും പകലും ദൈവസന്നിധി നിലവിളിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. The Lord hearkened unto the prayer of the people who just plead unto him both day and night. മടുത്തുപോതെ പ്രാർത്ഥിക്കാം. Pray without ceasing. മടുത്തുപോതെ പ്രാർത്ഥിക്കാം. Pray without being fainted. ഉപവാസത്തോടെ പ്രാർത്ഥിക്കാം. In fast and pray. കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. Let us observe the commandments of God and pray. ഹല്ലേലൂയ. അവന്റെ മുഖത്തെ തേടാം. Let us seek the face of God. നിന്റെ കഷ്ടസമയത്ത് നിന്നെ സഹായിപ്പാൻ നിന്റെ അടുക്കൽ യേശു ഉണ്ട്. In the midst of the moments of sorrows, the Lord is beside you not to help you. എല്ലാവരും ഇവിടെ കാലമടക്കാൻ അടച്ചു. Let's all kneel down and close our eyes. കർത്താവേ ഞാൻ നിന്റെ മുഖത്തെ തേടുന്നു. Let's say, "Oh Lord, I seek thy face." എല്ലാവരും
മുടകൾ മടക്കിയിരുന്നാട്ട്. Let's all kneel down. ഒരു 5 നിമിഷം കൂടെ മാത്രം. Simply 5 minutes only. എല്ലാവരും കണ്ണടച്ചാട്ട്. Let's all close our eyes. തീരുമാനത്തോടെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാട്ട്. Make the decision. Let us look at the face of Jesus. ഹല്ലേലൂയ. Praise the Lord. നിരന്തരമായിട്ട് Permanently. ഞാൻ എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. I will seek the face of my Lord. നിരന്തരമായിട്ട് Continually. ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കും. I will look at the face of the Lord and cry. തീരുമാനിക്കുന്നവരെ ദൈവം മാനിക്കാൻ പോകുന്നു. God is going to honor the ones who are making such decisions right now. യേശുവേ എന്നെ സഹായിക്കണം. Say, oh Jesus, help me. കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചു. The Spirit of God is speaking. വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ As the word of God is being spoken, പലരും വിശ്വസിച്ചു. many believed. കർത്താവ് തൊട്ട് പലരെ സൗഖ്യമാക്കി. The Lord touched and healed many. ആ രോഗം ഇനിയില്ല. No more that sickness is there. വിശ്വസിക്കുന്നുവോ? Do you believe? വിശ്വസിക്കുന്നുവോ? Do you believe? വിശ്വസിക്കുന്നുവോ? Do you believe? വിശ്വസിക്കുന്നുവോ? Do you believe? അങ്ങനെയുള്ളവർ മാത്രം കര ഉയർത്തിയാട്ട്. Only such people lift up your hands. എന്റെ യേശു നിന്നോടുകൂടെ ഉണ്ട്. My Jesus is with you. പിതാക്കന്മാരുടെ ദൈവം നിന്നോടുകൂടെ ഉണ്ട്. The God of our forefathers is with you. അവൻ നിന്നെ കൈവിടത്തില്ല. He will never fail thee. അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. He shall never forsake thee. തള്ളിക്കളയത്തില്ല. He will never deny thee. ആ ദൈവത്തിന്റെ കരം നിന്നോടുകൂടെ ഉണ്ട്. That hand of God is with you. മരിക്കുമ്പോഴും ഞാൻ നിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്ന തീരുമാനം എടുക്കാം. Let us make the decision till I die. Oh Father, I shall look at thy face only. മരിക്കുമ്പോഴും ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന തീരുമാനം എടുക്കാം. Let us make up a mind till I die. Oh Lord, I shall look at thy face only. എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചാട്ട്. Let us loudly pray. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ട്. The presence of God is with you. അവൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. He shall never forsake you nor leave you. അവൻ നിന്നെ അനാഥനായി വിടത്തില്ല. He shall never leave you desolate. വിശ്വസിക്കുന്നവർക്ക് അഭിഷേകം ഉണ്ടാകട്ടെ. Those who believe experience an anointing. വിശ്വസിക്കുന്നവർക്ക് അഭിഷേകം ഉണ്ടാകട്ടെ. Those who believe enjoy the power of anointing. ശത്രു ലജ്ജിക്കട്ടെ. May the devil be put to shame. ശത്രു ലജ്ജിക്കട്ടെ. May the enemy be put to shame. അവങ്കലേക്ക് നോക്കി അവകാശിതരാ അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. അവങ്കലേക്ക് നോക്കി അവകാശിതരാ അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. Lord,